എല്ലാവർക്കും കേരള PSC ട്രെൻഡ്സിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്ത് നിർത്തിയ 7ാം ക്ലാസ്സിലെ 1ാം അധ്യായത്തിൻ്റെ തുടർച്ചയാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. ഇവിടെ നമ്മൾ 2 തെങ്ങിൻ്റെ വ്യത്യസ്ത ഇനങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഈ 2 ഇനങ്ങൾ ചേർത്തിട്ടാണ് ഹൈബ്രിഡ് തെങ്ങിൻ്റെ വിത്തിനങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് വെസ്റ്റ് കോസ്റ്റ് ടാൾ തെങ്ങിൻ്റെ ഒരു ഇനമാണ് വെസ്റ്റ് കോസ്റ്റ് ടാൾ. നീളം കൂടിയ ഇനം തെങ്ങാണ് വെസ്റ്റ് കോസ്റ്റ് ടാൾ. നമുക്ക് പേരിൽ തന്നെ കിട്ടും. 20 മുതൽ 30 മീറ്റർ വരെ ഉയരം ഉണ്ടാകും. 6 മുതൽ 10 വർഷം കൊണ്ട് കായ്ഫലം ലഭിക്കും. 80 മുതൽ 100 വർഷം വരെ ആയുസ് ഉണ്ടാകും. പച്ച നിറമുള്ള തേങ്ങയാണ്. അപ്പോൾ വെസ്റ്റ് കോസ്റ്റ് ടോൾ വിഭാഗത്തിൻ്റെ പ്രത്യേകത എന്താണ്? 30 വർഷം വരെ 20 to 30 മീറ്റർ ഉയരം ഉണ്ടാവും. 80 മുതൽ 100 വർഷം വരെ ആയുസ് ഉണ്ടാവും. 6 മുതൽ 10 വർഷം വരെ കൊണ്ട് കായ്ഫലം ലഭിക്കും. പച്ച നിറമുള്ള തേങ്ങയാണ്. ഇനി വെസ്റ്റ് കോസ്റ്റ് ടാളിൻ്റെ പ്രധാന ഇനങ്ങളാണ് വെസ്റ്റ് കോസ്റ്റ് ടാള്, ഈസ്റ്റ് കോസ്റ്റ് ടാള്, ലക്ഷദ്വീപ് ഓർഡിനറി. അപ്പോൾ നീളം കൂടിയ തെങ്ങിൻ്റെ പ്രധാന ഇനങ്ങളാണ് വെസ്റ്റ് കോസ്റ്റ് ടാള്, ഈസ്റ്റ് കോസ്റ്റ് ടാള്, ലക്ഷദ്വീപ് ഓർഡിനറി. വെസ്റ്റ് കോസ്റ്റ് ടോള്, ഈസ്റ്റ് കോസ്റ്റ് ടോള്, ലക്ഷദ്വീപ് ഓർഡിനറി എന്നിവ നീളം കൂടിയ തെങ്ങിൻ്റെ ഇനങ്ങളാണ്. അപ്പോൾ അതിൻ്റെ പ്രത്യേകത പറഞ്ഞു. 20 മുതൽ 20 to 30 മീറ്റർ വരെ ഉയരം ഉണ്ടാകും. 6 to 10 വർഷം കായ്ഫലം ലഭിക്കും. അതിൻ്റെ ആയുസ് എന്ന് പറഞ്ഞാൽ 80 മുതൽ 100 വർഷം വരെയാണ്. തേങ്ങ പച്ച നിറമുള്ള തേങ്ങയാണ്. ഇനങ്ങൾ വെസ്റ്റ് കോസ്റ്റ് ടോള്, ഈസ്റ്റ് കോസ്റ്റ് ടോള്, ലക്ഷദ്വീപ് ഓർഡിനറി. അടുത്തതാണ് കുള്ളൻ തെങ്ങ്. കുള്ളൻ തെങ്ങിൻ്റെ ഉദാഹരണമാണ് ചാവക്കാട് ഓറഞ്ച്. നീളം കുറഞ്ഞ ഇനം അഥവാ ഡ്വാർഫ്. മറ്റേത് ട്വാള്, നീളം കൂടിയ ഇനം. ഡോർഫിൻ്റെ പ്രത്യേകതകൾ എന്ന് പറഞ്ഞാൽ 8-10 മീറ്റർ ഉയരം ഉണ്ടാകും. ആകെ ഉയരം 8 മുതൽ 10 മീറ്റർ വരെയാണ്. മറ്റേത് നമ്മൾ പറഞ്ഞു 20 മുതൽ 30 മീറ്റർ വരെ ഉയരം ഉണ്ടാകും. 4-5 വർഷത്തിനുള്ളിൽ കായ്ഫലം തരും. മറ്റേത് 6 to 10 വർഷമാണെങ്കിൽ ഇവിടെ നേരെ പകുതിയായിട്ട് 4 മുതൽ 5 വർഷത്തിനുള്ളിൽ കായ്ഫലം തരും. മറ്റേ ടോളിൻ്റെ ആയുസ് 80 മുതൽ 100 വർഷം വരെയാണെങ്കിൽ ഇത് 30 മുതൽ 35 വർഷം വരെയാണ് ആയുസ്. 30 to 35 വർഷം വരെയാണ് ഇതിൻ്റെ ആയുസ് വരുന്നത് ഡ്വാർഫിൻ്റെ. മഞ്ഞ, ഓറഞ്ച്, തവിട്ട് നിറങ്ങളിലുള്ള തേങ്ങ. ടോളിൽ പച്ച നിറങ്ങളിലുള്ള തേങ്ങ ആയിരുന്നെങ്കിൽ ഇതിൽ മഞ്ഞ, ഓറഞ്ച്, തവിട്ട് നിറങ്ങളുള്ള ഈ 3 നിറങ്ങളിലുള്ള തേങ്ങകൾ ലഭിക്കുന്നു. ഇതിൻ്റെ പ്രധാന ഇനങ്ങളാണ് ചാവക്കാട് ഓറഞ്ച്, ചാവക്കാട് ഗ്രീന്, ഗംഗാ ബോണ്ടം. ചാവക്കാട് ഓറഞ്ച്, ചാവക്കാട് ഗ്രീന്, ഗംഗാ ബോണ്ടം എന്നിവ ഡ്വാർഫ് അഥവാ നീളം കുറഞ്ഞ തെങ്ങിൻ തൈകൾക്ക് ഉദാഹരണങ്ങളാണ്. നീളം കൂടിയതിനാണെങ്കിൽ നമ്മൾ പറഞ്ഞു ഈസ്റ്റ് കോസ്റ്റ് ടോള്, വെസ്റ്റ് കോസ്റ്റ് ടാള്, ലക്ഷദ്വീപ് ഓർഡിനറി. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിരുന്നു ലക്ഷദ്വീപ് ഓർഡിനറി ഏതിൻ്റെ ഇനമാണ് എന്ന് ചോദിച്ചിരുന്നു. തെങ്ങിൻ്റെ ഇനമാണ്. നമുക്കിനി ചിലപ്പോൾ പ്രതീക്ഷിക്കാം നീളം കൂടിയ തെങ്ങിൻ്റെ ഇനം, നീളം കുറഞ്ഞ തെങ്ങിൻ്റെ ഇനം, ടാള്, ഡോർഫ് അങ്ങനെ തന്നെ ചോദിക്കാം. അപ്പോൾ തെങ്ങിൻ്റെ ഇനങ്ങൾ പ്രധാനപ്പെട്ടതാണ്, ഓർത്ത് വെക്കുക. പ്രീവിയസ് ക്വസ്റ്റ്യനാണ്. അപ്പോൾ നീളം കുറഞ്ഞതാണെങ്കിൽ ചാവക്കാട് ഓറഞ്ച്, ചാവക്കാട് ഗ്രീന്, ഗംഗാ ബോണ്ടം എന്നിവയാണ് നീളം കുറഞ്ഞതിൻ്റെ. ഇനി ഇതിൻ്റെ ഫോട്ടോ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ചാവക്കാട് ഓറഞ്ച് കളറുള്ള തേങ്ങ ആയിരിക്കും, നീളം കുറവായിരിക്കും. ലക്ഷദ്വീപ് ടാൾ എന്ന് പറയുമ്പോൾ പച്ച നിറത്തിലുള്ള തേങ്ങ. വെസ്റ്റ് കോസ്റ്റ് ടോൾ എന്ന് പറയുമ്പോൾ പച്ച നിറത്തിലുള്ള തേങ്ങയാണ്, ഉയരം കൂടിയതാണ്. ഇനി ഇത് രണ്ടും മിക്സ് ചെയ്തിട്ടുണ്ടാക്കിയതാണ് സങ്കര ഇനം വിത്തുകൾ. രണ്ടിൻ്റെയും ഗുണങ്ങൾ ചേർന്ന് ടോൾ ആൻഡ് ഡോർഫ് പുതിയ വിത്ത് ഉൽപ്പാദിപ്പിച്ചാൽ അതിനെന്തെല്ലാം സവിശേഷതകൾ ഉണ്ടാകും എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ വർഗ്ഗസങ്കരണം എന്താണെന്ന് പഠിച്ചു. ഇനി സങ്കര ഇനം തെങ്ങുകളെ പരിചയപ്പെടാം. ഇത് പ്രധാനപ്പെട്ട ഭാഗമാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിരുന്നു സങ്കര ഇനം തെങ്ങുകൾ. ചന്ദ്രലക്ഷ, ചന്ദ്രശങ്കര, ലക്ഷഗംഗ. അപ്പോൾ സങ്കര ഇനം തെങ്ങുകൾക്ക് ഉദാഹരണം ഏതൊക്കെയാണ്? ചന്ദ്രലക്ഷ, ചന്ദ്രശങ്കര, ലക്ഷഗംഗ. ചന്ദ്രശങ്കര പ്രധാനപ്പെട്ടതാണ്, പ്രീവിയസ് ക്വസ്റ്റ്യനാണ്. ഇതാണ് ചന്ദ്രശങ്കര തെങ്ങിനിനം. അപ്പോൾ ചന്ദ്രശങ്കര, ചന്ദ്രലക്ഷ, അതുപോലെ ലക്ഷഗംഗ 3 പ്രധാനപ്പെട്ട സങ്കരയിനം തെങ്ങിനങ്ങളാണുള്ളത്.
ചന്ദ്രലക്ഷ, ചന്ദ്രശങ്കര, ലക്ഷഗംഗ. ഒന്നുകൂടി, ചന്ദ്രലക്ഷ, ചന്ദ്രശങ്കര, ലക്ഷഗംഗ. ചന്ദ്രനും ശങ്കരനും എപ്പോഴും തെങ്ങിൻ്റെ മണ്ടയിൽ തന്നെയാണ്. അവർ തേങ്ങ ഇടാൻ വന്നതാണ്. ചന്ദ്രനും ശങ്കരനും തെങ്ങിൻ്റെ മണ്ടയിൽ തന്നെയാണ്. അവർ ലക്ഷക്കണക്കിന് തേങ്ങ ഇട്ട് നടക്കുകയാണ്. അപ്പോൾ ചന്ദ്രലക്ഷ, ചന്ദ്രശങ്കര, ലക്ഷഗംഗ. ഇനി ചന്ദ്രലക്ഷ ഏതിൻ്റെയൊക്കെ ഇതാണ് നോക്കാം. ലക്ഷദ്വീപ് ഓർഡിനറിയും ചാവക്കാട് ഓറഞ്ചും ചേർത്താണ് ചന്ദ്രലക്ഷ ഉണ്ടാക്കിയത്. ചന്ദ്രലക്ഷ ഉണ്ടാക്കിയത് ലക്ഷദ്വീപ് ഓർഡിനറിയും ചാവക്കാട് ഓറഞ്ചും ചേർത്താണ്. ടി ഇൻറ്റു ഡി ഇങ്ങനെയും വരാം. ടി ഇൻറ്റു ഡി ടോള്. ലക്ഷദ്വീപ് ഓർഡിനറി നമ്മൾ പറഞ്ഞു ടോളാണ്. ചാവക്കാട് ഓറഞ്ച് എന്ന് പറഞ്ഞാൽ ഡോർഫാണ്. അപ്പോൾ ടോൾ ഡോർഫ് എന്നാണ് ടി ഇൻറ്റു ഡി. അപ്പോൾ ചന്ദ്രശങ്കര ഉണ്ടാക്കിയത് ചന്ദ്രലക്ഷ ഉണ്ടാക്കിയത് ചന്ദ്രലക്ഷ ഏതിൻ്റെയൊക്കെ ചന്ദ്രലക്ഷ സങ്കരയിനം തെങ്ങി ഏതിൻ്റെയൊക്കെ സങ്കരയിനങ്ങളാണ്? ലക്ഷദ്വീപ് ഓർഡിനറിയുടെയും ചാവക്കാട് ഓറഞ്ചിൻ്റെയും സങ്കരയിനമാണ് ചന്ദ്രലക്ഷ. ടി ഇൻറ്റു ഡി. ചന്ദ്രസങ്കരയാണെങ്കിലോ ചാവക്കാട് ഓറഞ്ചിൻ്റെയും വെസ്റ്റ് കോസ്റ്റ് ടോളിൻ്റെയും വെസ്റ്റ് കോസ്റ്റ് ടോളിൻ്റെയും സങ്കര ഇനമാണ് ചന്ദ്രശങ്കര. ലക്ഷഗംഗയാണെങ്കിലോ ലക്ഷദ്വീപ് ഓർഡിനറിയുടെയും ഗംഗാ ബോണ്ടത്തിൻ്റെയും സങ്കര ഇനമാണ് ലക്ഷഗംഗ. ഈ ലക്ഷ എന്ന പേരിൽ വരുമ്പോൾ തന്നെ ഓർക്കുക, അതിലാദ്യം വരുന്നത് ലക്ഷദ്വീപ് ഓർഡിനറി ആയിരിക്കും. പിന്നെ ലക്ഷഗംഗയാണെങ്കിൽ ഗംഗാ ബോണ്ടമാണ്. ചന്ദ്രലക്ഷയാണെങ്കിൽ അത് ചാവക്കാട് ഓറഞ്ചുമാണ്. അപ്പോൾ പ്രധാനമായും ലക്ഷദ്വീപ് ഓർഡിനറിയും ചാവക്കാട് ഓറഞ്ചും ആണ് ഇതിൽ കൂടുതൽ മിക്സ് ചെയ്തിട്ട് വരുന്നത്, സങ്കര ഇനത്തിൽ വരുന്നത്. അപ്പോൾ ചന്ദ്രലക്ഷ ലക്ഷദ്വീപ് ഓർഡിനറിയുടെയും ചാവക്കാട് ഓറഞ്ചിൻ്റെയും ടി ഇൻറ്റു ഡി. ചന്ദ്രശങ്കരയാണെങ്കിൽ ചാവക്കാട് ഓറഞ്ച് വെസ്റ്റ് കോസ്റ്റ് ടോള് ഡി ഇൻറ്റു ടി. ലക്ഷഗംഗയാണെങ്കിൽ ലക്ഷദ്വീപ് ഓർഡിനറിയും ഗംഗാ ബോണ്ടവും ടി ഇൻറ്റു ഡി. പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ഈ ക്വസ്റ്റ്യനൊക്കെ എവിടെ നിന്നാണ് വന്നത് എന്നുള്ളത്. ഈ SCRT ഈ ഭാഗത്ത് നിന്നാണ് ആ പ്രീവിയസ് ക്വസ്റ്റ്യനിൽ വന്നത്, തെങ്ങിൻ്റെ സങ്കര ഇനമൊക്കെ. ഇനി അടുത്തതാണ് സങ്കര ഇനം വിത്തിനങ്ങൾ. ഹൈബ്രിഡ് വിത്തിനങ്ങൾ ഏതൊക്കെയെന്നുള്ളത് നോക്കാം. ഇതും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. നെല്ലിൻ്റെ ഈ അന്നപൂർണ്ണയൊക്കെ ഒരുപാട് പ്രീവിയസ് ക്വസ്റ്റ്യനിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നെല്ലിൻ്റെ ഹൈബ്രിഡ് വിത്തിനങ്ങൾ ഏതൊക്കെയാണ്? പവിത്ര, ഹ്രസ്വ, അന്നപൂർണ്ണ. പവിത്ര, ഹ്രസ്വ, അന്നപൂർണ്ണ നെല്ലിൻ്റെത്. ഒന്നുകൂടി, പവിത്ര, ഹ്രസ്വ, അന്നപൂർണ്ണ എന്നിവ നെല്ലിൻ്റെ വിത്തിനങ്ങളാണ്. പയറിൻ്റെ ആണെങ്കിലോ ലോല, മാലിക, ഭാഗ്യലക്ഷ്മി, ജ്യോതിക. ലോല, മാലിക, ഭാഗ്യലക്ഷ്മി, ജ്യോതിക ഒക്കെ സിനിമയുമായി ബന്ധപ്പെട്ട പേരുകളാണ്. ഭാഗ്യലക്ഷ്മിയും ജ്യോതികയൊക്കെ. അപ്പോൾ അങ്ങനെ കണക്ട് ചെയ്ത് വെച്ചാൽ മതി. പയർ സിനിമയുമായി ബന്ധപ്പെട്ട ഭാഗ്യലക്ഷ്മി, ജ്യോതിക, ലോല, മാലിക എന്നുള്ളതൊക്കെ മാളവിക എന്ന് പഠിച്ച് വെച്ചാൽ മതി. ലോല. ഓക്കെ. അപ്പോൾ ലോല, മാലിക, ഭാഗ്യലക്ഷ്മി, ജ്യോതിക എന്നിവ പയർ വർഗത്തിൻ്റെ സങ്കര ഇനം വിത്തുകളാണ്. പച്ചമുളകിനാണെങ്കിലോ ഉജ്ജ്വല, ജ്വാലാമുഖി, അനുഗ്രഹ. ഉജ്ജ്വല, ജ്വാലാമുഖി, അനുഗ്രഹ. പച്ചമുളകിൻ്റെ ഹൈബ്രിഡ് വിത്തുകൾ ഏതൊക്കെയാണ്? ഉജ്ജ്വല, ജ്വാലാമുഖി, അനുഗ്രഹ. ഉജ്ജ്വല, ജ്വാലാമുഖി, അനുഗ്രഹ എന്നിവ പച്ചമുളകിൻ്റെ ഹൈബ്രിഡ് വിത്തിനങ്ങളാണ്. ഉജ്ജ്വല, ജ്വാലാമുഖി, അനുഗ്രഹ. വെണ്ടയുടെ ആണെങ്കിലോ കിരൺ, അർക്ക, അനാമിക, സൽകീർത്തി. വെണ്ടയുടെ ആണെങ്കിൽ കിരൺ, അർക്ക, അനാമിക, സൽകീർത്തി. വെണ്ടയുടെ ഹൈബ്രിഡ് വിത്തിനങ്ങൾ കിരൺ, അർക്ക, അനാമിക, സൽകീർത്തി. വഴുതനയുടെ വിത്തിനങ്ങളാണെങ്കിലോ സൂര്യ, ശ്വേത, ഹരിത, നീലിമ. സൂര്യ, ശ്വേത, ഹരിത, നീലിമ. സൂര്യ, ശ്വേത, ഹരിത, നീലിമ എന്നിവ എന്തിൻ്റെ ഹൈബ്രിഡ് വിത്തിനങ്ങളാണ്? വഴുതനയുടെ ഹൈബ്രിഡ് വിത്തിനങ്ങളാണ്. തക്കാളിയുടെ ഹൈബ്രിഡ് വിത്തിനങ്ങൾ ഏതൊക്കെയാണ്? മുക്തി, അനഘ, അക്ഷയ. തക്കാളിയുടെ ഹൈബ്രിഡ് വിത്തിനങ്ങൾ ഏതാണ്? മുക്തി, അനഘ, അക്ഷയ. നിങ്ങളിനി അക്ഷയ സെൻറ്ററിൽ കയറുമ്പോൾ ആദ്യം ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്, PSCക്ക് അപേക്ഷിക്കാനൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ കൺഫർമേഷൻ കൊടുക്കാനൊക്കെ പോകുമ്പോൾ നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യമാണ്, തക്കാളിയുടെ സങ്കര ഇനം വിത്താണ് അക്ഷയ.
അനഘ, മുക്തി. അനഘയും മുക്തിയും അക്ഷയയും തക്കാളിയുടെ സങ്കരയിനം വിത്തുകളാണ്. അനഘ, മുക്തി, അക്ഷയ. അപ്പോൾ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണിത്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ഒരുപാട് തവണ വന്നിട്ടുള്ളതാണ്. തെങ്ങിൻ്റെ സങ്കരയിനം, അതേപോലെ നെല്ല്, പയർ, പച്ചമുളക്, വെണ്ട എന്നിവയുടെയൊക്കെ ഹൈബ്രിഡ് വിത്തിനങ്ങൾ അഥവാ സങ്കരയിനം വിത്തുകൾ. ഇനി ഇതിൽ ഓരോന്നിൻ്റെയും കൊടുത്തിട്ടുണ്ട്. നെല്ലിൻ്റെ ഇനമായ പവിത്ര, വെണ്ടയുടെ സൽകീർത്തി, ജ്യോതിക പയറിൻ്റെ ജ്യോതിക, അതേപോലെ അക്ഷയ തക്കാളിയുടെ അക്ഷയ, അനുഗ്രഹ മുളകിൻ്റെ അനുഗ്രഹ, നീലിമ വഴുതനയുടെ നീലിമ എന്നിവയുടെയൊക്കെ ഫോട്ടോ അടക്കം കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെയുള്ള പ്രധാനപ്പെട്ടൊരു പോയിൻ്റാണ് ഉൽപ്പാദനത്തിൽ പുതിയ കുതിപ്പുമായി പ്രിയങ്ക. മണ്ണുത്തി ഉൽപ്പാദനത്തിൽ പുതിയ കുതിപ്പുമായി പാവലിനം പ്രിയങ്ക. കേരള കാർഷിക സർവകലാശാലയാണ് ഈ ഇനം വികസിപ്പിച്ചെടുത്തത്. കേരളത്തിൻ്റെ സാഹചര്യത്തിൽ നന്നായി വളരുന്ന വിത്തിനമാണ് പ്രിയങ്ക. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിരുന്നു. പ്രിയങ്ക ഏതിൻ്റെ വിത്തിനമാണ്? പാവലിൻ്റെ ഹൈബ്രിഡ് വിത്തിനമാണ് പ്രിയങ്ക. ഇത് വികസിപ്പിച്ചത് എവിടെയാണ്? മണ്ണുത്തിയിലെ കേരള കാർഷിക സർവകലാശാലയാണ് ഇത് വികസിപ്പിച്ചെടുത്തത്. പ്രിയങ്ക എന്ന പാവൽ വിത്തിനം വികസിപ്പിച്ചെടുത്തത് എവിടെയാണ്? തൃശ്ശൂർ മണ്ണുത്തിയിലുള്ള കേരള കാർഷിക സർവകലാശാലയിലാണ് പ്രിയങ്ക എന്ന പാവലിനം വികസിപ്പിച്ചത്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ഒരു ക്വസ്റ്റ്യൻ കേരള കാർഷിക സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തൃശ്ശൂരാണ്, മണ്ണുത്തിയാണ്. ഇവർ ഉൽപ്പാദിപ്പിച്ച അല്ലെങ്കിൽ വികസിപ്പിച്ചെടുത്ത വിത്തിനമാണ് പാവലിൻ്റെ വിത്തിനമാണ് പ്രിയങ്ക. പാവലിൻ്റെ ഹൈബ്രിഡ് വിത്തിനമാണ് പ്രിയങ്ക. കാർഷിക ഗവേഷണ സ്ഥാപനങ്ങൾ. കാർഷിക മേഖലയിൽ എന്തെല്ലാം കാര്യങ്ങളാണ് സാധ്യമാവേണ്ടത്? മികച്ച ഉൽപ്പാദനം, വേഗത്തിൽ വിളവ് ലഭിക്കൽ, രോഗബാധ ഇല്ലാതാക്കൽ, കുറഞ്ഞ ചെലവിൽ പരിചരണം, മികച്ച വിത്ത് ഓർ നടീൽ വസ്തു ലഭ്യമാക്കൽ. അപ്പോൾ മികച്ച ഉൽപ്പാദനം, അതേപോലെ വേഗത്തിൽ വിളവ് ലഭിക്കൽ, രോഗബാധ ഇല്ലാതിരിക്കൽ, കുറഞ്ഞ ചെലവിൽ പരിചരണം, മികച്ച വിത്ത് നടീൽ വസ്തുക്കൾ ലഭ്യമാക്കൽ എന്നിവയുടെ ആവശ്യങ്ങൾ സാധ്യമാക്കുന്നതിന് വേണ്ടി കാർഷിക ഗവേഷണ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നു. അപ്പോൾ കാർഷിക ഗവേഷണ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? മികച്ച ഉൽപ്പാദനം ഉണ്ടാക്കാൻ, വേഗത്തിൽ വിളവ് ലഭിക്കാൻ, രോഗബാധ ഇല്ലാതാക്കാൻ, അതേപോലെ കുറഞ്ഞ ചെലവിൽ പരിചരണം, അതേപോലെ മികച്ച വിത്ത് അല്ലെങ്കിൽ നടീൽ വസ്തുക്കൾ ലഭ്യമാക്കുക എന്നിവയ്ക്ക് വേണ്ടിയിട്ടാണ് കാർഷിക ഗവേഷണ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നത്. ഇനി നമ്മുടെ നാട്ടിലെ ചില കാർഷിക ഗവേഷണ സ്ഥാപനങ്ങൾ. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കുക. കേരള കാർഷിക സർവകലാശാല KAU എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? തൃശ്ശൂരാണ്, മണ്ണുത്തിയിലാണ്. കേരള കാർഷിക സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂരിലാണ്, മണ്ണുത്തിയിലാണ് കേരള കാർഷിക സർവകലാശാല സ്ഥിതി ചെയ്യുന്നത്. കേന്ദ്ര കിഴങ്ങ് ഗവേഷണ കേന്ദ്രം എവിടെയാണ്? കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം തിരുവനന്തപുരത്താണ്, ശ്രീകാര്യം തിരുവനന്തപുരം. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഇതിലെല്ലാതും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. CTCRI കേന്ദ്ര കിഴങ്ങ് വിള ഗവേഷണ കേന്ദ്രമാണ് തിരുവനന്തപുരം, ശ്രീകാര്യത്താണ് സ്ഥിതി ചെയ്യുന്നത്. കാർഷിക സർവകലാശാല എവിടെയാണ്? മണ്ണുത്തി, തൃശ്ശൂരിലാണ്. CTCRI അഥവാ കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം ശ്രീകാര്യമാണ്, തിരുവനന്തപുരം. വെറും കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം എന്ന് പഠിക്കാതെ CTCRI എന്നും കൂടി പഠിക്കുക. പരീക്ഷയ്ക്ക് എങ്ങനെയാണ് അവർ ചോദിക്കുക എന്ന് പറയാൻ കഴിയില്ല. അതേപോലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസ് റിസർച്ച് IISR, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസ് റിസർച്ച് എവിടെയാണ്? കോഴിക്കോടാണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസ് റിസർച്ച് കോഴിക്കോടാണ്. IISR കോഴിക്കോടാണ്. RRII അഥവാ റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ കോട്ടയത്താണ്. RRII അഥവാ റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ കോട്ടയത്താണ്. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം CPCRI എവിടെയാണ്? കാസർഗോഡാണ്. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം അഥവാ CPCRI എവിടെയാണ്? കാസർഗോഡാണ്. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം അഥവാ CPCRI എവിടെയാണ്? കാസർഗോഡാണ്. നമുക്ക് ചിലപ്പോൾ തോട്ടവിള ഗവേഷണ കേന്ദ്രം എന്ന് ചോദിച്ചാൽ കിട്ടും, പക്ഷേ CPCRI എന്ന് ചോദിച്ചാൽ
കൺഫ്യൂഷൻ വരും. അപ്പോൾ LDC ഒക്കെ ഒരു ഘട്ടമാണ് പരീക്ഷ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഏത് ലെവലിലും ടൈറ്റായിട്ടുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. കാരണം നമ്മളെ ലിസ്റ്റിൽ നിന്ന് എങ്ങനെ ഔട്ടാക്കാം എന്നാണ് ഈ ചോദ്യം ഇടുന്ന ആളുകൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എങ്ങനെ ഔട്ടാക്കി പോകാതിരിക്കാം എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പോൾ അതിനനുസരിച്ചാണ് നമ്മൾ പഠിക്കേണ്ടത്. അപ്പോൾ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. കേരള കാർഷിക സർവകലാശാല തൃശ്ശൂർ മണ്ണുത്തിയിലാണ്. കേന്ദ്ര കിഴങ്ങു വിള ഗവേഷണ കേന്ദ്രം അഥവാ CTCRI ശ്രീകാര്യമാണ്, തിരുവനന്തപുരത്താണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസ് റിസർച്ച് IISR കോഴിക്കോടാണ്. റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ RRII കോട്ടയത്താണ്. കേന്ദ്ര തോട്ട വിള ഗവേഷണ കേന്ദ്രം CPCRI കാസർഗോഡാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഓർത്തിരിക്കുക. ഇത് ഒരുപാട് പ്രീവിയസ് ഏത് ക്വസ്റ്റ്യൻ എടുത്താലും ഇതിൽ ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് നിങ്ങൾക്ക് അതിൽ ചോദ്യമായിട്ട് കാണാൻ സാധിക്കും. ഏത് ക്വസ്റ്റ്യൻ എടുത്താലും അതിലുണ്ടാവും. ഇനി നമ്മളെ ഈ സ്പൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരു തവണ ക്വസ്റ്റ്യൻ പേപ്പറിൽ എങ്ങനെ വന്നു അറിയോ? ഇപ്പോൾ കോഴിക്കോട് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസ് റിസർച്ച് എന്നുള്ളത് സുഗന്ധവിള ഗവേഷണ കേന്ദ്രം എന്ന് പറഞ്ഞു. അപ്പോൾ സുഗന്ധവിള എന്ന് പറഞ്ഞാൽ അത് സ്പൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. സുഗന്ധവിള ഗവേഷണ കേന്ദ്രം എന്ന് പറഞ്ഞാൽ അത് സ്പൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അപ്പോൾ അതിൻ്റെ മലയാളം ചോദിച്ചു എന്നുള്ളൂ. അപ്പോൾ നമുക്ക് എങ്ങനെയും ചോദിക്കാം. സുഗന്ധവിള ഗവേഷണ കേന്ദ്രം എന്ന് ചോദിച്ചാലും അത് കോഴിക്കോടാണ്. ഈ സ്പൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെയാണ് സുഗന്ധവിള ഗവേഷണ കേന്ദ്രം. ഓക്കെ, അപ്പോൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി ടിഷ്യൂ കൾച്ചർ എന്ന് ഇവിടെ കോളത്തിൽ കൊടുത്തിട്ടുണ്ട്, ഒന്ന് വായിച്ചു നോക്കാം. ഒരു ചെടിയുടെ കോശത്തിൽ നിന്നോ ഒരു കൂട്ടം കോശങ്ങളിൽ നിന്നോ ചെടികൾ വളർത്തിയെടുത്ത് പുതിയ തലമുറയെ ഉൽപ്പാദിപ്പിക്കുന്ന പ്രവർത്തനമാണ് ടിഷ്യൂ കൾച്ചർ. എന്താണ് ടിഷ്യൂ കൾച്ചർ? ഒരു ചെടിയുടെ കോശത്തിൽ നിന്നോ ഒരു കൂട്ടം കോശങ്ങളിൽ നിന്നോ, ഒരു ചെടിയുടെ കോശത്തിൽ നിന്നോ, ഒരു കോശമാകാം അല്ലെങ്കിൽ ഒരു കൂട്ടം കോശങ്ങളിൽ നിന്നോ ചെടികൾ വളർത്തിയെടുത്ത് പുതിയ തലമുറയെ ഉൽപ്പാദിപ്പിക്കുന്ന പ്രവർത്തനമാണ് ടിഷ്യൂ കൾച്ചർ. ഒന്നുകൂടി, ഒരു ചെടിയുടെ കോശത്തിൽ നിന്നോ ഒരു കൂട്ടം കോശങ്ങളിൽ നിന്നോ ചെടികൾ വളർത്തിയെടുത്ത് പുതിയ തലമുറയെ ഉൽപ്പാദിപ്പിക്കുന്ന പ്രവർത്തനമാണ് ടിഷ്യൂ കൾച്ചർ. മാതൃസസ്യത്തിൻ്റെ എല്ലാ ഗുണങ്ങളുമുള്ള തൈകൾ ഈ സാങ്കേതിക വിദ്യയിലൂടെ വികസിപ്പിച്ചെടുക്കാം. വാഴ, കുരുമുളക്, ഏലം, പൈനാപ്പിൾ തുടങ്ങിയ സസ്യങ്ങളിൽ ഈ സാങ്കേതിക വിദ്യ വിജയകരമായി ഉപയോഗിക്കുന്നു. ഒരു ചെടിയിൽ നിന്ന് അതിൻ്റെ സവിശേഷതകൾ ഉള്ള 100 കണക്കിന് തൈകൾ ഉൽപ്പാദിപ്പിക്കാമെന്നതാണ് ടിഷ്യൂ കൾച്ചറിൻ്റെ സവിശേഷത. ലബോറട്ടറിയിൽ ടിഷ്യൂ കൾച്ചർ ചെയ്യുന്ന വീഡിയോ ദൃശ്യങ്ങൾ ലഭ്യമാണ്. വിവിധ ഘട്ടങ്ങൾ നിരീക്ഷിക്കുമല്ലോ എന്നുള്ളത്. അപ്പോൾ ടിഷ്യൂ കൾച്ചർ എന്താണെന്ന് നമ്മൾ പഠിച്ചു. ഒരു കോശം അല്ലെങ്കിൽ ഒരു കൂട്ടം കോശങ്ങളിൽ നിന്നോ പുതിയ തലമുറയെ ഉൽപ്പാദിപ്പിക്കുന്ന പ്രവർത്തനമാണ് ടിഷ്യൂ കൾച്ചർ. ഇത് നമുക്ക് വാഴ, കുരുമുളക്, ഏലം, പൈനാപ്പിൾ തുടങ്ങിയ സസ്യങ്ങളിലാണ് വിജയകരമായി ഉപയോഗിക്കാൻ കഴിയുന്നത്. വാഴ, കുരുമുളക്, ഏലം, പൈനാപ്പിൾ തുടങ്ങിയ സസ്യങ്ങളിൽ ഈ സാങ്കേതികവിദ്യ വിജയകരമായി ഉപയോഗിക്കുന്നുണ്ട്. ടിഷ്യൂ കൾച്ചർ എന്താണെന്ന് നമ്മൾ നോക്കി പഠിച്ചു. ഇനി സസ്യവൈവിധ്യം, മികച്ച നടീൽ വസ്തുക്കൾ തയ്യാറാക്കുന്നതിനുള്ള ആധുനിക മാർഗ്ഗങ്ങളാണ് നാം ഇതുവരെ ചർച്ച ചെയ്ത്. വളക്കൂറില്ലാത്ത മണ്ണിൽ ഗുണമേന്മയുള്ള നടീൽ വസ്തുക്കൾ ഉപയോഗിച്ചാലും കാര്യമായ വിളവ് ലഭിക്കില്ല. പിന്നെ അങ്ങനെ വളക്കൂറിനതിനെ കുറിച്ചാണ്. അവിടെ ഒന്നുമില്ല. ഒരു സസ്യാവിഷ്ടം മണ്ണിൽ നൽകുന്നതിലല്ല, ഒരു സസ്യാവശിഷ്ടം മണ്ണിന് നൽകുന്നതല്ല മറ്റൊരു സസ്യാവശിഷ്ടം നൽകുന്നത്. വൈവിധ്യമാർന്ന സസ്യാവശിഷ്ടങ്ങൾ എത്രമാത്രം മണ്ണിൽ വീണ് ജീർണിക്കുന്നുവോ അത്രയും ഗുണമേന്മ മണ്ണിൽ ലഭിക്കും. അപ്പോൾ മണ്ണിന് ഗുണമേന്മ ലഭിക്കുന്നത് വിവിധ തരങ്ങളിലുള്ള സസ്യങ്ങൾ മണ്ണിൽ വീണ് ലയിക്കുന്നതാണ് മണ്ണിന് ഗുണമേന്മ ലഭിക്കുന്നത്. ഇനി നമ്മൾ നോട്ട് ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇടവിള. ഇടവിളയും വിളപര്യവും. ഇടവിളയും വിളപര്യവുമാണ് ഇതിൽ പഠിക്കേണ്ട പ്രധാന പോയിൻ്റ്. ഇടവിള അഥവാ ഇൻ്റർ ക്രോപ്പ്, വിളപര്യം അഥവാ ക്രോപ്പ് റൊട്ടേഷൻ. ഇടവിള എന്ന് പറഞ്ഞാൽ എന്താ? പ്രധാന വിളകൾക്കിടയിൽ അവക്ക് ദോഷം വരാത്ത രീതിയിൽ കൃഷി ചെയ്യുന്ന ഹ്രസ്വകാല വിളകളെയാണ് ഇടവിള എന്ന് പറയുന്നത്. നമ്മളൊരു പ്രധാനമായിട്ട് എന്തെങ്കിലും ഒരു കൃഷി ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ വാഴയെ അങ്ങനെ എന്ത് കൃഷി ആയിക്കോട്ടെ, അത് ചെയ്യുകയാണെങ്കിൽ അവർക്ക് ദോഷം വരാത്ത രീതിയിൽ അവർക്ക് ദോഷം വരാത്ത രീതിയിൽ അവയുടെ ഇടയിൽ കൃഷി ചെയ്യുന്ന ഹ്രസ്വകാല, പെട്ടെന്ന് വിളവെടുക്കാൻ കഴിയുന്ന വിളകളെയാണ് ഇടവിള എന്ന് പറയുന്നത്. ഒന്നുകൂടി,
പ്രധാന വിളകൾക്കിടയിൽ അവയ്ക്ക് ദോഷം വരാത്ത രീതിയിൽ കൃഷി ചെയ്യുന്ന ഹ്രസ്വകാല വിളകളെയാണ് ഇടവിള എന്ന് പറയുന്നത്. മണ്ണിൻ്റെ ഫലപുഷ്ടി നിലനിർത്താൻ ഇത് സഹായകമാണ്. അപ്പോൾ ഇടവിള മണ്ണിൻ്റെ ഫലപുഷ്ടി നിലനിർത്താൻ സഹായകമാണ്. ഇനി വിളപര്യയം. എന്താണ് വിളപര്യയം? ഒരു കൃഷിക്ക് ശേഷം അതേ കൃഷി തന്നെ ആവർത്തിക്കാതെ മറ്റൊരു വിള കൃഷി ചെയ്യുന്നതാണ് വിളപര്യയം അഥവാ ക്രോപ്പ് റൊട്ടേഷൻ. ഇടവിള നമ്മൾ പറഞ്ഞു, കൃഷി ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയിൽ അവർക്ക് ദോഷം വരാതെ ഇടയിൽ കൃഷി ചെയ്യുന്നതാണ് ഇടയിൽ കൃഷി ചെയ്യുന്ന ഹ്രസ്വകാല വിളകളാണ് ഇടവിള എന്ന് പറഞ്ഞു. എന്നാൽ ക്രോപ്പ് റൊട്ടേഷൻ അഥവാ വിളപര്യയം എന്ന് പറഞ്ഞാൽ ഒരു കൃഷി ചെയ്ത് കഴിഞ്ഞ ശേഷം അതേ കൃഷി തന്നെ വീണ്ടും ചെയ്യാതെ മറ്റൊരു വിള കൃഷി ചെയ്യുന്ന രീതിയാണ് വിളപര്യയം. ഇപ്പം നമ്മൾ വാഴ വെച്ചു എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ നെല്ല് വെച്ചു എന്ന് വിചാരിക്കുക. നെല്ല് വെച്ച് കഴിഞ്ഞാൽ ആ നെല്ലും കൊയ്തെടുക്കുമ്പോൾ വീണ്ടും നെല്ലെണ്ണ ഇടാതെ വേറെ ഒരു കൃഷി അതിൽ ചെയ്യുന്ന രീതിയാണ് വിളപര്യയം. ഇടവേളകളിൽ നെൽപ്പാടത്ത് പയർ, ഉഴുന്ന് തുടങ്ങിയവ കൃഷി ചെയ്യാറുണ്ട്. നമുക്കറിയാമല്ലോ, നെല്ല് കൃഷി ഒരു വട്ടം കൊയ്തെടുത്താലും പിന്നെ പാടം അവിടെ തരിശായി കിടക്കുന്ന സമയത്ത് പയർ അതേപോലെ ഉഴുന്നൊക്കെ അതിൽ കൃഷി ചെയ്യാറുണ്ട്. ഇതാണ് വിളപര്യയം അഥവാ ക്രോപ്പ് റൊട്ടേഷൻ. ഇതും മണ്ണിൻ്റെ ഫലപുഷ്ടി നിലനിർത്താൻ കാരണമാകുന്ന ഒരു കാര്യമാണ്. അതേ വിള തന്നെ വീണ്ടും ആവർത്തിച്ചാൽ മണ്ണിൽ ഫലപുഷ്ടത നഷ്ടപ്പെടും എന്ന് പറഞ്ഞാൽ ഫലപുഷ്ടത കുറയുകയാണ് ചെയ്യുക. അപ്പോൾ വ്യത്യസ്ത കൃഷികളാകുമ്പോൾ ഫലപുഷ്ടത കൂടും. അതാണ് വിളപര്യയം അഥവാ ക്രോപ്പ് റൊട്ടേഷൻ എന്ന് പറയുന്നത്. ഇനിയുടെ പയർ വർഗ്ഗങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഇവിടെ നോട്ട് ചെയ്യേണ്ട ഒരു പോയിൻ്റാണ് റൈസോബിയം ബാക്ടീരിയകളെ കുറിച്ചാണ് ഇതിൽ നമ്മൾ നോട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് നോട്ട് ചെയ്യേണ്ട പോയിൻ്റ് ഞാൻ പറഞ്ഞത് പയർ വർഗ്ഗങ്ങൾ എന്നത് സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ ഒരു മൂലകമാണ് നൈട്രജൻ. ഒന്നാമത്തെ പോയിൻ്റ്, സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ മൂലകം ഏതാണ്? നൈട്രജൻ. സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ മൂലകം ഏതാണ്? നൈട്രജൻ. അന്തരീക്ഷ നൈട്രജനെ നേരിട്ട് വലിച്ചെടുക്കാൻ സസ്യങ്ങൾക്ക് കഴിവില്ല. അപ്പം അന്തരീക്ഷത്തിൽ നിന്ന് നേരിട്ട് നൈട്രജനെ വലിച്ചെടുക്കാൻ സസ്യങ്ങൾക്ക് കഴിവില്ല. ജലത്തിൽ അലിഞ്ഞു ചേർന്ന നൈട്രേറ്റ് ലവണങ്ങളാണ് സസ്യങ്ങൾ വലിച്ചെടുക്കുന്നത്. സസ്യങ്ങൾ വലിച്ചെടുക്കുന്നത് ജലത്തിൽ അലിഞ്ഞു ചേർന്ന നൈട്രേറ്റ് ലവണങ്ങളാണ്. അന്തരീക്ഷത്തിൽ നിന്ന് നേരിട്ട് നൈട്രജനെ വലിച്ചെടുക്കാനുള്ള കഴിവ് സസ്യങ്ങൾക്കില്ല. എന്നാൽ സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് ഏറ്റവും ആവശ്യമായ ഒരു മൂലകമാണ് നൈട്രജൻ. എന്നാൽ ചില ബാക്ടീരിയകൾ അന്തരീക്ഷ നൈട്രജനെ നൈട്രേറ്റാക്കി മാറ്റാൻ കഴിവുണ്ട്. അപ്പോൾ ചില ബാക്ടീരിയകൾക്ക് അന്തരീക്ഷ നൈട്രജനെ നൈട്രേറ്റാക്കി മാറ്റാൻ കഴിവുണ്ട്. ഇത്തരം ബാക്ടീരിയകളിൽ ഒന്നാണ് റൈസോബിയം. പയർ, തൊട്ടാവാടി, കൊഴിഞ്ഞിൽ, മുതിര, ഉഴുന്ന് തുടങ്ങിയ സസ്യങ്ങളുടെ വേരിൽ ഇവ വസിച്ച് അന്തരീക്ഷ നൈട്രജനെ വലിച്ചെടുക്കുന്നു. ഈ സസ്യങ്ങൾ നശിക്കുമ്പോൾ സസ്യപോഷണങ്ങൾ മണ്ണിൽ ചേരുന്നു. നൈട്രജനെ നൈട്രേറ്റാക്കാൻ സഹായിക്കുന്ന ഇത് ഏതാണ്? റൈസോബിയം ബാക്ടീരിയകളാണ്. അപ്പോൾ അന്തരീക്ഷ നൈട്രജനെ നൈട്രേറ്റാക്കി മാറ്റുന്ന ബാക്ടീരിയ ഏതാണ്? റൈസോബിയം ബാക്ടീരിയയാണ്. പയർ ചെടിയുടെ വേരുകളിൽ കാണപ്പെടുന്ന ബാക്ടീരിയ ഏതാണ്? റൈസോബിയം ബാക്ടീരിയയാണ്. അങ്ങനെ ഇവർ അതിനെ നൈട്രേറ്റാക്കി മാറ്റിയിട്ട് പയർ, തൊട്ടാവാടി, കൊഴിഞ്ഞിൽ, മുതിര, ഉഴുന്ന് എന്നീ ഈ സസ്യങ്ങളുടെ വേരിൽ ശേഖരിച്ച് വെക്കുന്നു. അങ്ങനെ ഇവ നശിക്കുമ്പോൾ അത് മണ്ണിലലിഞ്ഞ് അങ്ങനെ അത് സസ്യങ്ങൾക്ക് ലഭിക്കുന്നു. നമ്മൾ ഈ തൊട്ടാവാടിൻ്റെയൊക്കെ അല്ലെങ്കിൽ പയറിൻ്റെയൊക്കെ വേരെടുത്താൽ അവിടെ ഇങ്ങനെ ഓരോ മുഴകളായിട്ട് ഇങ്ങനെ കാണുന്ന ആ സംഭവമാണ്. അത് നൈട്രേറ്റ് ആക്കി വെച്ചതാണ്. നമ്മളെ റൈസോബിയം ബാക്ടീരിയ നൈട്രജനെ നൈട്രേറ്റാക്കി സ്റ്റോർ ചെയ്ത് വെച്ചതാണ് ആ മുഴകളായിട്ട് കാണുന്നത്. ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇവിടെ ഈ വേരിൽ കണ്ടില്ലേ ഓരോ മുഴകൾ? ഈ മുഴകളാണ് അന്തരീക്ഷ നൈട്രജനെ നൈട്രേറ്റ് ആക്കി വെച്ചതാണ്. റൈസോബിയം ബാക്ടീരിയകളാണ് ഇങ്ങനെ നൈട്രേറ്റ് ആക്കി വെക്കുന്നത്. ഈ ചെടികൾ നശിക്കുമ്പോൾ ഇത് മണ്ണിൽ അലിഞ്ഞു ചേർന്ന് അത് സസ്യങ്ങൾക്ക് കിട്ടുന്നു. അങ്ങനെയാണ് അവർക്ക് നൈട്രജന് ലഭിക്കുന്നത്. അപ്പോൾ സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് ആവശ്യമായൊരു മൂലകമാണ് നൈട്രജൻ. ഇതിൽ നോട്ട് ചെയ്യേണ്ട പോയിൻ്റ്. അപ്പോൾ സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ നൈട്രജൻ മൂലകം ഏതാണ്? നൈട്രജനാണ്. പിന്നെ നൈട്രജനെ നൈട്രേറ്റ് ആക്കുന്ന ബാക്ടീരിയ റൈസോബിയം. പയർച്ചെടികളുടെ വേരിൽ കാണപ്പെടുന്ന ബാക്ടീരിയ റൈസോബിയം. ഈ കാര്യങ്ങളാണ് അതിൽ നോട്ട് ചെയ്ത് വെക്കാനുള്ളത്. നോട്ട് ചെയ്ത് വെച്ചു എന്ന് വിചാരിക്കുന്നു. വിള പരിപാലനം. വിളവ് മെച്ചപ്പെടുത്തുന്നതായി ഒരു കർഷകൻ ചിന്തിക്കുന്ന കാര്യങ്ങൾ നോക്കൂ.
അപ്പോൾ ഇവിടെ വിളവ് കുറയത് നന്നായി രാസവളം ചേർക്കാം എന്നുള്ളതൊക്കെ. അപ്പോൾ ഈ രാസവളമൊക്കെ മണ്ണിന് കേടാണ്. അപ്പോൾ അതിനെക്കുറിച്ചാണ് അത് പറയുന്നത്. ഇനി ഫുക്കുവോക്ക പറയുന്നത് എന്ന് പറഞ്ഞാൽ, അതായത് ആരാണ് ഫുക്കുവോക്ക എന്ന് പറഞ്ഞാൽ ജപ്പാനിലെ ജൈവ കൃഷി ഗവേഷകനാണ് മസനോബു ഫുക്കുവോക്ക. നോട്ട് ചെയ്യേണ്ട പോയിൻ്റാണ്. ആരാണ് മസനോബു ഫുക്കുവോക്ക? ജപ്പാനിലെ ജൈവ കൃഷി ഗവേഷകനാണ് മസനോബു ഫുക്കുവോക്ക. അദ്ദേഹം പറയാണ്, മനുഷ്യൻ്റെ നിലനിൽപ്പിന് നാം പ്രകൃതിയിലേക്ക് മടങ്ങിയേ തീരൂ. മനുഷ്യനാണ് കാടുകളും നീരുറവകളും ഭൂമിയുടെ ഫലപുഷ്ടിയും നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പരിസ്ഥിതി നശീകരണം നിർത്തിയാലേ മനുഷ്യന് രാശിയടക്കം സകല ജീവജാലങ്ങൾക്കും രക്ഷയുള്ളൂ. രാസവള പ്രയോഗത്തിലെ പ്രാണനട്ട മണ്ണിന് മൃതസഞ്ജീവനിയാണ് ജൈവവളങ്ങൾ. ഇത് ജീവൻ്റെ സഞ്ചാരം ത്വരിതപ്പെടുത്തുകയും മണ്ണിൻ്റെ ഫലപുഷ്ടി നിലനിർത്തുകയും മണ്ണിനെ ഒരു ഭൂമിയാക്കുകയല്ല വിളഭൂമിയാക്കുകയാണ് വേണ്ടത്. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് മസനോബു ഫുക്കുവോക്ക എന്ന ജപ്പാനീസ് ജൈവ കൃഷി ഗവേഷകനാണ്. അപ്പോൾ ജൈവ കൃഷി ഗവേഷകൻ മസനോബു ഫുക്കുവോക്ക എന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇനി ജൈവ കീടനാശിനികൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. പുകയില കഷായം, വേപ്പിൻ പിണ്ണാക്ക്, വേപ്പെണ്ണ എമൾഷൻ. പുകയില ജൈവ കീടനാശിനികൾക്ക് ഉദാഹരണം പുകയില കഷായം, വേപ്പിൻ പിണ്ണാക്ക്, വേപ്പെണ്ണ എമൾഷൻ. അതെങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതൊക്കെയാണ് ഇനി ഇതിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതൊന്നും നമുക്ക് നോട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, ഉദാഹരണങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. പുകയില കഷായം, വേപ്പിൻ പിണ്ണാക്ക്, അതേപോലെ വേപ്പെണ്ണ എമൾഷൻ. ജൈവ കീടനാശിനികൾക്ക് ഉദാഹരണം ഏതൊക്കെയാണ്? പുകയില കഷായം, വേപ്പിൻ പിണ്ണാക്ക്, വേപ്പെണ്ണ എമൾഷൻ. ഇനി ജൈവ വളങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് ചാണകം, പച്ചില വളം, കമ്പോസ്റ്റ് വളം, മത്സ്യവളം, കോഴിക്കാഷ്ടം, ആട്ടിൻ കാഷ്ടം, എല്ലുപൊടി. ചാണകം, പച്ചില വളം, കമ്പോസ്റ്റ് വളം, മത്സ്യവളം, കോഴിക്കാഷ്ടം, ആട്ടിൻ കാഷ്ടം, എല്ലുപൊടി എന്നിവ ജൈവ വളങ്ങൾക്ക് ഉദാഹരണമാണ്. അപ്പോൾ ജൈവ വളങ്ങളും ജൈവ കീടനാശിനികളും ഏതാണെന്നുള്ളത് നമ്മൾ നോക്കി. ഇനി ഇവിടെ ഒന്നും നോട്ട് ചെയ്യേണ്ട, എല്ലാ അഭിമുഖം നടത്താം എന്നൊക്കെ പറഞ്ഞ് സെമിനാർ അവതരിപ്പിക്കാനും ഒക്കെയാണ്. ഇനി നമ്മുടെ മറ്റു വിളകളായ നാണ്യവിളകളെക്കുറിച്ചാണ് പറയുന്നത്. പരുത്തി. ഇന്ത്യയിൽ കൃഷി ചെയ്യുന്ന പ്രധാന നാരുവിളയാണ് പരുത്തി. പൂർണ്ണ വളർച്ചയിലെത്തിയ പരുത്തിക്കായിൽ നിന്ന് പഞ്ഞിയും കുരുവും വേർതിരിച്ചെടുക്കുന്നു. പഞ്ഞിയിൽ നിന്ന് നൂലുണ്ടാക്കുന്നു. പരുത്തിക്കുരു കാലിത്തീറ്റയായി ഉപയോഗിക്കാം. പരുത്തിക്കുരുവിൽ നിന്ന് ശേഖരിക്കുന്ന എണ്ണ വ്യാവസായിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ കൃഷി ചെയ്യുന്ന പ്രധാന നാരുവിളയിൽ ഏതാണ് നാരുവിള? പരുത്തിയാണ്. പരുത്തി എന്താണ്? അതിൽ നിന്ന് പഞ്ഞി നമ്മൾ നൂലുണ്ടാക്കാൻ ഉപയോഗിക്കുന്നു, അഥവാ കോട്ടൺ. പരുത്തി അഥവാ കോട്ടൺ കാലിത്തീറ്റയായി ഉപയോഗിക്കാം. അതേപോലെ പരുത്തിക്കുരുവിൽ നിന്ന് ശേഖരിക്കുന്ന എണ്ണ വ്യാവസായിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട്. പരുത്തിക്കുരുവിൽ നിന്ന് ഇന്ത്യയിൽ കൃഷി ചെയ്യുന്ന പ്രധാന നാരുവിളയാണ് പരുത്തി എന്ന് പറഞ്ഞാൽ, ഈ പരുത്തി എന്തിനൊക്കെ ഉപയോഗിക്കണേ? അതിൻ്റെ പഞ്ഞി എടുത്ത് നൂലുണ്ടാക്കും. അതേപോലെ അതിൻ്റെ കായ എടുത്തുകൊണ്ട് കാലിത്തീറ്റയ്ക്ക് ഉപയോഗിക്കും. ആ കായിൽ നിന്ന് എണ്ണ ഉണ്ടാക്കി അത് വ്യാവസായിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കും. അടുത്ത നാരുവിളയാണ് ചണം അഥവാ ജൂട്ട്. ലോകത്ത് ഏറ്റവും അധികം ചണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഇന്ത്യയാണ്. അപ്പോൾ ലോകത്ത് ഏറ്റവും അധികം ചണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ്? ഇന്ത്യയാണ്. ചണച്ചെടിയുടെ തണ്ടിൽ നിന്നാണ് ചണനാരുകൾ ലഭിക്കുന്നത്. ചണക്കെട്ടുകൾ വെള്ളത്തിൽ താഴ്ത്തി വെച്ച് അഴുകിയതിന് ശേഷം തല്ലിച്ചതച്ച് നാരുകൾ വേർപ്പെടുത്തുന്നു. നാം ഉപയോഗിക്കുന്ന ചാക്കുനൂൽ ചണനാരുകളാണ്. അപ്പോൾ ലോകത്തെ ഏറ്റവും അധികം ചണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ്? ഇന്ത്യയാണ്. ചണം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? ചണച്ചെടിയുടെ തണ്ടിൽ നിന്നാണ് ചണനാരുകൾ ഉണ്ടാക്കുന്നത്. ചണക്കെട്ടുകൾ എന്ത് ചെയ്യും? ഇത് വിളവെടുത്ത് നേരെ വെള്ളത്തിൽ താഴ്ത്തി വെക്കും. അത് അഴുകിയതിന് ശേഷം എന്ത് ചെയ്യും? അത് തല്ലിച്ചതച്ച് നാരുകൾ വേർപ്പെടുത്തും. ആ നാര് ഉപയോഗിച്ചാണ് ചാക്കുനൂല് ഒക്കെ ഉണ്ടാക്കുന്നത്. നമ്മൾ ചാക്കുനൂല് എന്ന് പറയുന്നത്, ചണച്ചാക്ക് എന്നൊക്കെ പറയുന്നത് ഈ ചണം ഉപയോഗിച്ച് ഇതിൻ്റെ നാരുകളിൽ നിന്നുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളാണ്. അപ്പോൾ ചണം, പരുത്തി നമ്മൾ പറഞ്ഞു. ചണത്തിൻ്റെ ഉൽപ്പാദനത്തിൽ ലോകത്തിൽ 1-ാം സ്ഥാനമാണ് ഇന്ത്യക്ക്. പരുത്തിയിൽ നിലവിൽ ഇത് നമ്മൾ SCRTയിൽ 2-ാം സ്ഥാനം എന്നാണ് പറയുന്നത്. പക്ഷേ നിലവിൽ ഇന്ത്യക്ക് 1-ാം സ്ഥാനം ഉണ്ട്. അപ്പോൾ ക്വസ്റ്റ്യനിൽ എങ്ങനെയാണ് വരിക എന്നറിയില്ല. SCRT ബേസ് ചെയ്ത് ആൻസർ ചെയ്യുകയാണെങ്കിൽ 2 എന്നായിരിക്കും കൊടുക്കേണ്ടത്, അല്ലാന്നുണ്ടെങ്കിൽ 1 എന്നായിരിക്കും. അടുത്തതാണ് കയറ്. നാളികേര തണ്ടുകൾ വെള്ളത്തിലിട്ട് കുതിർക്കുന്നു. പിന്നീട് തൊണ്ട് തല്ലി നാരുകൾ വേർതിരിച്ചെടുക്കുന്നു.
ഇവ പിരിച്ച് പലതരം കയറുൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നു. അപ്പോൾ കയറ് നമുക്കുണ്ടാക്കുന്നത് നമ്മൾ ആലപ്പുഴയിലാണ് കേരളത്തിലെ ആദ്യത്തെ കയർ ഫാക്ടറി സ്ഥാപിതമായത്. ബ്രിട്ടീഷുകാർ ആദ്യത്തെ കയർ ഫാക്ടറി സ്ഥാപിച്ചത് നമ്മൾ വർഷമൊക്കെ ചർച്ച ചെയ്തതാണ്. അപ്പോൾ കയറെങ്ങനെ ഉണ്ടാക്കുന്നത്? നാളികേര തണ്ടുകൾ വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് പിന്നീട് തൊണ്ട് തല്ലിങ്ങാണ്ട് നാരുകൾ വേർതിരിച്ച് ഇവ പിരിച്ചാണ് കയറ് ഉണ്ടാക്കുന്നത്. ഇനി സംയോജിത കൃഷിരീതി. ഇനി ഈ പാഠത്തിൽ പറയുന്നത് സംയോജിത കൃഷിരീതി അഥവാ ഇൻ്റഗ്രേറ്റഡ് ഫാമിംഗ് ആണ്. അത് നമുക്ക് ഈ ചിത്രം നോക്കിയാൽ തന്നെ ഏകദേശം മനസ്സിലാവും. പരസ്പരം ബന്ധപ്പെട്ടുള്ള കൃഷിയാണ് സംയോജിത കൃഷിരീതി. ഇനി ഇവിടെ താറാവ് ഇങ്ങനെ ആ സംയോജിത കൃഷിരീതിയെക്കുറിച്ച് പറഞ്ഞു. താറാവ് കൂട് മത്സ്യക്കുളത്തിന് മുകളിൽ വെക്കുന്നത് കൊണ്ടുള്ള പ്രയോജനങ്ങൾ നോക്കൂ. താറാവ് ഉപേക്ഷിക്കുന്ന തീറ്റ മത്സ്യങ്ങൾക്ക് ലഭിക്കും. താറാവിൻ്റെ കാഷ്ടം ജലസസ്യങ്ങളുടെ വർധനവിന് കാരണമാകും. ജലസസ്യങ്ങൾ മത്സ്യങ്ങളുടെ ആഹാരമാണ്. ജലാശയത്തിലെ കീടങ്ങൾ, പായലുകൾ, ഒച്ച്, തവളക്കുഞ്ഞുങ്ങൾ എന്നിവ താറാവിന് ഭക്ഷണമായി ലഭിക്കും. അതാണ് ഈ സംയോജിത കൃഷി എന്ന് പറഞ്ഞാൽ ഒന്ന് ഉപകാരമായിരിക്കും, ഒന്നിനൊന്നിന് ബന്ധപ്പെട്ട് കിടക്കും. അതാണ് ഈ സംയോജിത കൃഷി എന്ന് പറയുന്നത്. അപ്പോൾ കാലി വളർത്തലും നെൽകൃഷിയും എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? വീട്ടിലെയും കൃഷിസ്ഥലത്തെയും ജൈവാവശിഷ്ടങ്ങൾ എങ്ങനെ പ്രയോജനപ്പെടുത്തുന്നു? ഗ്യാസ് ഉൽപ്പാദിപ്പിച്ച ശേഷമുള്ള സ്ലറി എന്തിനു ഉപയോഗിക്കാം? ഒന്നിലധികം മേഖലകളെ പരസ്പരം ബന്ധിപ്പിക്കുന്നത് കൊണ്ടുള്ള ഗുണമെന്ത്? ഒന്നിലധികം മേഖലകളെ പരസ്പരം ബന്ധിപ്പിച്ചുകൊണ്ട് നടത്തുന്ന കൃഷിരീതിയാണ് സംയോജിത കൃഷിരീതി അഥവാ ഇൻ്റഗ്രേറ്റഡ് ഫാമിംഗ് എന്ന് പറയുന്നത്. ഈ ഫോട്ടോ നോക്കിയാൽ തന്നെ നിങ്ങൾക്കത് മനസ്സിലാവും. അടുത്തത് കൃഷിയും കന്നുകാലി വളർത്തലും. കൃഷിയും കന്നുകാലി വളർത്തലും കേരളത്തിൻ്റെ പരമ്പരാഗതമായി നിലനിന്നിരുന്ന സംയോജിത കൃഷിരീതിയാണ്. നെൽകൃഷിയോടൊപ്പം പശുക്കളെയും എരുമകളെയും വളർത്താം. തെങ്ങിൻ തോട്ടങ്ങൾ, റബ്ബർ തോട്ടങ്ങൾ എന്നിവിടങ്ങളിൽ തീറ്റപ്പിൽ കൃഷി ചെയ്യാം. നെൽകൃഷിയിൽ നിന്ന് ലഭിക്കുന്ന വൈക്കോൽ, നെല്ല് കുത്തിയ ശേഷം ലഭിക്കുന്ന തവിട് എന്നിവ കന്നുകാലികൾക്ക് തീറ്റയായി നൽകാം. തെങ്ങിൻ തോപ്പിൽ ആട്, താറാവ്, കോഴി എന്നിവയെ വളർത്താം. ഇതാണ് കൃഷിയും കന്നുകാലികളും. അപ്പം അങ്ങനെ പരസ്പരം സംയോജിത കൃഷിരീതി നമ്മൾ പറഞ്ഞ പോലെ തന്നെ പരസ്പരം ബന്ധപ്പെട്ടുകൊണ്ട് ഇതുപോലെ കൃഷികൾ ചെയ്താലും നമുക്ക് ഒരുപാട് ചിലവുകൾ കുറയും. തീറ്റ ചിലവ്, അങ്ങനെ അനാവശ്യ ചിലവുകൾ ഒരുപാട് കുറയും. ഒരുപാട് മെച്ചങ്ങളുണ്ട്. അതിനെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്നുള്ളൂ. ഇതിലൊന്നും നമുക്ക് നോട്ട് ചെയ്യേണ്ട ഭാഗങ്ങളൊന്നും ഇല്ല. ഇതോടുകൂടി ഈ ചാപ്റ്റർ ഇവിടെ കഴിയുകയാണ്. ഇനി നമുക്ക് 10ാം ക്ലാസ്സിലെ 8ാമത്തെ അധ്യായം കൂടിയുള്ളൂ ഈ മൊഡ്യൂളിൽ വരുന്നത്. നമുക്ക് ഈ മൊഡ്യൂളിൽ പഠിക്കാനുള്ള അവസാന ചാപ്റ്ററാണ് 10ാം ക്ലാസ്സിലെ ജോഗ്രഫിയിലെ ഇന്ത്യ സാമ്പത്തിക ഭൂമിശാസ്ത്രം എന്നുള്ള ചാപ്റ്ററിൽ. ഇത് നമ്മൾ ഇന്ത്യ ഭൂമിശാസ്ത്രം എന്നതിൽ ഡിസ്കസ് ചെയ്ത ചാപ്റ്ററാണ്. ഇതിൽ നമുക്ക് കുറച്ച് നമ്മുടെ കാർഷിക വിളകൾ, ഖാരിഫ് വിളകൾ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ആ ഭാഗമാണ് നമുക്ക് ഇതിൽ നമ്മുടെ ഈ മൊഡ്യൂളിൽ ചർച്ച ചെയ്യാനുള്ളത്. അപ്പോൾ 10ാം ക്ലാസ്സിലെ 8ാമത്തെ ജോഗ്രഫി 8ാം അധ്യായം ഇന്ത്യ സാമ്പത്തിക ഭൂമിശാസ്ത്രം എന്നുള്ള ഈ ഒരു ചാപ്റ്ററിൽ നിന്നുള്ള കൃഷിയും കൃഷി അധിഷ്ഠിത വ്യവസായങ്ങളും എന്നുള്ള ഹെഡിങ്ങിൽ തുടങ്ങുന്ന ഖാരിഫ്, റാബി, സെയ്ദ് വിളകൾ മുതൽ കാർഷിക വിളകളിലെ ഓരോ വിളകൾ, നെല്ല്, പരുത്തി, ചണം, ചോളം, പരുത്തി കൃഷി, അതുപോലെ റബ്ബർ കൃഷി വരെ, കാപ്പി, തേയില, സുഗന്ധ വിളകൾ, അങ്ങനെ റബ്ബർ കൃഷി വരെ നമുക്ക് ഈ ചാപ്റ്ററിൽ ചർച്ച ചെയ്യാണ്ട് നമ്മുടെ ഈ മൊഡ്യൂളിൻ്റെ ഭാഗമായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ മുൻപ് ഒരു തവണ ചർച്ച ചെയ്തത് തന്നെയാണ് ഇന്ത്യ സാമ്പത്തിക ഭൂമിശാസ്ത്രം എന്ന മൊഡ്യൂളിൽ. പക്ഷേ എങ്കിൽ കൂടി ഇത് ഈ മൊഡ്യൂളിൽ വരുന്ന പ്രധാന പോയിൻ്റ് ആയതുകൊണ്ട് നമുക്ക് ഒന്നുകൂടി ചർച്ച ചെയ്ത് പോവാം. കൃഷിയും കൃഷി അധിഷ്ഠിത വ്യവസായങ്ങളും. ഇന്ത്യ ഒരു കാർഷിക രാജ്യമാണ്. ജനസംഖ്യയിൽ 3/2 ഭാഗവും ജനങ്ങളും കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ്. ഭക്ഷ്യവിളകൾ കൂടാതെ ചില വ്യവസായങ്ങൾക്കുള്ള അസംസ്കൃത വസ്തുക്കളും കാർഷിക മേഖലയിൽ നിന്ന് ലഭിക്കുന്നു. ഇനി ഇതുപോലെ അവിടെ ഒന്നും കൂടുതൽ നോട്ട് ചെയ്യേണ്ട പോയിൻ്റില്ല. ഇനി ഇവിടെ പ്രധാന പോയിൻ്റാണ് ഓരോ കാലത്തിനും ഏറെ അനുയോജ്യമായ കാർഷിക വിളകൾ നമുക്കുണ്ട്. കൃഷി ചെയ്യുന്ന കാലത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഖാരിഫ്, റാബി, സെയ്ദ് എന്നിങ്ങനെ 3 കാർഷിക കാലങ്ങൾ ഇന്ത്യയിലുണ്ട്. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി വരുന്നൊരു കോളം. കൃഷി ചെയ്യുന്ന കാലത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഖാരിഫ്, റാബി, സെയ്ദ് എന്നിങ്ങനെ 3 കാർഷിക കാലങ്ങൾ ഇന്ത്യയിലുണ്ട്. ഖാരിഫ്, റാബി, സെയ്ദ് എന്നിങ്ങനെ 3 കാർഷിക കാലങ്ങളാണ് ഇന്ത്യയിലുള്ളത് കൃഷി ചെയ്യുന്ന കാലഘട്ടത്തിൻ്റെ അടിസ്ഥാനമാക്കി.
ഇനി നമുക്കിത് ഓരോന്നും നോക്കാം. കാർഷിക കാലങ്ങളാണ്. ആദ്യത്തേതാണ് ഖാരിഫ്. ഖാരിഫ് എന്ന് പറയുന്നത് ജൂണിലാണ്. ഇത് മൺസൂണിൻ്റെ ആരംഭത്തിലാണ് വിളയിറക്കൽ കാലം. കാർഷിക കാലങ്ങളിൽ ആദ്യത്തേതാണ് ഖാരിഫ്. ഖാരിഫ് ജൂൺ അഥവാ മൺസൂണിൻ്റെ ആരംഭത്തിൽ വിളയിറക്കി മൺസൂണിൻ്റെ അവസാനത്തിൽ വിളവെടുക്കുന്നതാണ് ഖാരിഫ് വിള. നവംബർ ആദ്യവാരം അഥവാ മൺസൂണിൻ്റെ അവസാനമാണ് വിളവെടുപ്പ് കാലം. ഒന്നുകൂടി, ഖാരിഫ് വിള എന്ന് പറഞ്ഞാൽ മൺസൂണിൻ്റെ ആദ്യം അഥവാ ജൂണിൽ വിളയിറക്കി നവംബർ ആദ്യവാരം മൺസൂണിൻ്റെ അവസാനം വിളവെടുക്കുന്നതാണ് ഖാരിഫ് വിള. ഈ ഖാരിഫ് വിളക്ക് ഉദാഹരണങ്ങളാണ് നെല്ല്, ചോളം, പരുത്തി, തിണവിളകൾ. തിണവിള എന്ന് പറഞ്ഞാൽ മില്ലറ്റ്സ്, ചെറുധാന്യങ്ങൾ എന്ന് പറയും. ചണം, കരിമ്പ്, നിലക്കടല. ഒന്നും കൂടി, നെല്ല്, ചോളം, പരുത്തി, തിണവിളകൾ, ചണം, കരിമ്പ്, നിലക്കടല എന്നിവ ഖാരിഫ് വിളകൾക്ക് ഉദാഹരണമാണ്. ഖാരിഫ് വിള എന്ന് പറഞ്ഞാൽ മൺസൂണിൻ്റെ ആരംഭത്തിൽ തുടങ്ങി മൺസൂണിൻ്റെ അവസാനത്തിൽ വിളവെടുക്കും. ജൂൺ മാസത്തിൽ തുടങ്ങി നവംബർ ആദ്യവാരം വിളവെടുക്കും. അതാണ് ഖാരിഫ് വിള. അടുത്തതാണ് റാബി വിള. റാബി എന്ന് പറഞ്ഞാൽ തന്നെ ശൈത്യം എന്ന് ഓർത്ത് വെച്ചാൽ മതി. ശൈത്യകാല വിളയാണ് റാബി വിള. ശൈത്യകാലത്താണ് റാബി വിള. നവംബറിൻ്റെ മധ്യം, അതായത് ശൈത്യകാലത്തിൻ്റെ ആരംഭം. ശരിക്കും ഇന്ത്യയിൽ ശൈത്യകാലം ഡിസംബറിലാണ് തുടങ്ങുന്നത്, പക്ഷെ വിളവെറുക്കുന്നത് നവംബറിൻ്റെ ആദ്യം. റാബി വിള നവംബർ മധ്യത്തിൽ തുടങ്ങി ശൈത്യകാലത്ത് തുടങ്ങി മാർച്ച് വേനലിൻ്റെ ആരംഭത്തോടു കൂടി വിളവെടുക്കും. അപ്പോൾ ശൈത്യകാല ആരംഭത്തിൽ തുടങ്ങി വേനലിൻ്റെ ആരംഭത്തിൽ വിളവെടുക്കും. അപ്പോൾ നവംബർ മധ്യത്തിൽ തുടങ്ങി മാർച്ചിൽ വിളവെടുക്കുന്നതാണ് റാബി വിള. ഇതിന് ഉദാഹരണമാണ് ഗോതമ്പ്, പുകയില, കടുക്, പയറുവർഗ്ഗങ്ങൾ. ഗോതമ്പ്, പുകയില, കടുക്, പയറുവർഗ്ഗങ്ങൾ എന്നിവ റാബി വിളക്ക് ഉദാഹരണമാണ്. ഒന്നുകൂടി പറയാം. റാബി എന്ന് പറഞ്ഞാൽ ശൈത്യകാലത്തിൻ്റെ ആരംഭത്തിൽ, അതായത് നവംബർ മധ്യത്തോടെ വിളവ് ഇറക്കിക്കൊണ്ട് മാർച്ച് ആദ്യവാരത്തിൽ, വേനലിൻ്റെ ആരംഭത്തിൽ, അതായത് ശൈത്യകാലം അവസാനിക്കുന്ന സമയത്ത് വേനൽ തുടങ്ങുന്നതിന് മുമ്പായിട്ട് വിളവെടുക്കുന്നതാണ് റാബി വിളകൾ. റാബി വിളകൾക്ക് ഉദാഹരണമാണ് ഗോതമ്പ്, പുകയില, കടുക്, പയറുവർഗ്ഗങ്ങൾ. അടുത്ത വിളയാണ് സെയ്ദ് അഥവാ സെയ്ദ് വിള. സെയ്ദ് വിള എന്ന് പറഞ്ഞാൽ അത് വേനൽക്കാല വിളയാണ്. സെയ്ദ് വിള മാർച്ച്, വേനലിൻ്റെ ആരംഭത്തിൽ തുടങ്ങി ജൂണിൽ, മഴക്കാലം തുടങ്ങുമ്പോൾ വിളവെടുക്കും. മൺസൂണിൻ്റെ ആരംഭത്തിൽ വിളവെടുക്കുന്നു. മാർച്ചിൽ തുടങ്ങി ജൂൺ വരെ, മാർച്ചിൽ വിളവിറക്കി ജൂണിൽ വിളവെടുക്കുന്നു. അതായത് വേനലിൻ്റെ ആരംഭത്തിൽ തുടങ്ങി മൺസൂണിൻ്റെ ആരംഭമാകുമ്പോഴേക്കും വിളവെടുക്കുന്നതാണ് സെയ്ദ് വിളകൾ. അതിന് ഉദാഹരണമാണ് പഴങ്ങളും പച്ചക്കറി വർഗ്ഗങ്ങളും. പഴവർഗ്ഗങ്ങളും പച്ചക്കറി വർഗ്ഗങ്ങളും സെയ്ദ് വിളക്ക് ഉദാഹരണങ്ങളാണ്. പഴം, പച്ചക്കറി എന്നിവ സെയ്ദ് വിളകൾക്ക് ഉദാഹരണമാണ്, വേനൽക്കാല വിളകൾ. ഇനി നമ്മൾ മില്ലറ്റ് എന്ന് പറഞ്ഞു. ചെറുധാന്യങ്ങളെയാണ് തിണവിളകൾ വിളിക്കുന്നത്. ഭക്ഷ്യധാന്യങ്ങളിൽ ഉൾപ്പെടുന്ന ജോവർ, ബജ്ര, റാഗി എന്നിവ തിണവിളകൾ അഥവാ മില്ലറ്റ്സ് എന്ന വിഭാഗത്തിൽ പെടുന്നു. മില്ലറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചെറുധാന്യങ്ങളാണ്. ഇവയ്ക്ക് ഉദാഹരണമാണ് ജോവർ, ബജ്ര, റാഗി എന്നിവ. ജോവർ, ബജ്ര, റാഗി എന്നിവ തിണവിളകൾക്ക് ഉദാഹരണമാണ്. തിണവിളകൾ എന്ന് പറഞ്ഞാൽ മില്ലറ്റ്സ് എന്ന് പറഞ്ഞാൽ ചെറുധാന്യങ്ങൾ എന്നാണ് അർത്ഥം. ചെറുധാന്യങ്ങളാണ് തിണവിള. അന്താരാഷ്ട്ര മില്ലറ്റ് ഇയർ ഏതായിരുന്നു? 2023 ഇന്ത്യയുടെ നിർദ്ദേശപ്രകാരം അന്താരാഷ്ട്ര മില്ലറ്റ് ഇനം, ചെറുധാന്യ വർഷമായിട്ട് ഐക്യരാഷ്ട്രസഭ ആചരിച്ചത്. കാർഷിക വിളകൾ. ഇന്ത്യയിലെ കാർഷിക വിളകളെ രണ്ടായിട്ട് തരംതിരിക്കാം. ഭക്ഷ്യ വസ്തുക്കൾക്കായി നേരിട്ട് ഉപയോഗിക്കാവുന്ന വിളകളാണ് ഭക്ഷ്യവിളകൾ. എന്നാൽ വാണിജ്യ വ്യാവസായിക പ്രാധാന്യമുള്ള വിളകളാണ് നാണ്യവിളകൾ. അപ്പോൾ ഇന്ത്യയിലെ കാർഷിക വിളകളെ ഭക്ഷ്യവിളകളെന്നും നാണ്യവിളകളെന്നും രണ്ടായിട്ട് തരംതിരിക്കാം. ഭക്ഷ്യവിളകളാകുമ്പോൾ നമുക്ക് നേരിട്ട് ഭക്ഷ്യവസ്തുക്കളായിട്ട് ഉപയോഗിക്കാൻ കഴിയും. നാണ്യവിളകളാകുമ്പോൾ വാണിജ്യ വ്യവസായ പ്രാധാന്യമുള്ള വിളകളാണ്. ഇനി ഇവിടെ കൃഷി എന്ന വാക്ക് വന്ന കാര്യങ്ങൾ പറയുന്നുണ്ട്. അഗ്രികൾച്ചർ എന്ന വാക്ക് വന്നത് അഗർ കൾച്ചർ എന്നീ രണ്ട് ലാറ്റിൻ പദങ്ങളിൽ നിന്നാണ്. അഗർ കൾച്ചർ എന്നീ രണ്ട് ലാറ്റിൻ പദങ്ങളിൽ നിന്നാണ് അഗ്രികൾച്ചർ എന്ന ഇംഗ്ലീഷ് വാക്ക് ഉണ്ടായത്.
അഗർ എന്ന് പറഞ്ഞാൽ കര എന്നും കൾച്ചർ എന്ന് പറഞ്ഞാൽ കൃഷി എന്നുമാണ് അർത്ഥം. അപ്പോൾ അഗർ, കൾച്ചർ എന്നീ വാക്കുകളിൽ നിന്നാണ് ലാറ്റിൻ വാക്കുകളിൽ നിന്നാണ് അഗ്രികൾച്ചർ എന്ന ഇംഗ്ലീഷ് വാക്ക് ഉണ്ടായത്. അഗർ എന്ന് പറഞ്ഞാൽ കര എന്നും കൾച്ചർ എന്ന് പറഞ്ഞാൽ കൃഷി എന്നുമാണ് ലാറ്റിൻ വാക്കിലെ അർത്ഥം. ഇനി നമുക്ക് പ്രധാനപ്പെട്ട വിളകളെക്കുറിച്ച് പരിചയപ്പെടാം. നെല്ല് അഥവാ റൈസ്. ഇന്ത്യയിലെ മുഖ്യ വിളയായ നെല്ല് ഒരു ഖാരിഫ് വിളയാണ്. നമുക്കറിയാം നെല്ലൊരു ഖാരിഫ് വിളയാണ്, നമ്മൾ മുമ്പ് പറഞ്ഞതാണ്. ഇന്ത്യയിലെ മുഖ്യ ഭക്ഷ്യവിളയാണ് നെല്ല്. അതൊരു ഖാരിഫ് വിളയാണ്. എക്കൽ മണ്ണാണ് നെൽകൃഷിക്ക് അനുയോജ്യം. ഉയർന്ന താപനിലയും ധാരാളം മഴയും നെൽകൃഷിക്ക് ആവശ്യമാണ്. നെൽകൃഷിക്ക് ആവശ്യമായ കാര്യങ്ങളാണ് ഉയർന്ന താപനില, അതായത് 24 ഡിഗ്രി സെൽഷ്യസിന് മുകളിലും, പിന്നെ ധാരാളം മഴ, 150 സെൻറ്റിമീറ്റർ കൂടുതൽ മഴയും നെൽകൃഷിക്ക് ആവശ്യമാണ്. എക്കൽ മണ്ണാണ് നെൽകൃഷിക്ക് അനുയോജ്യം. മഴ കുറഞ്ഞ പ്രദേശത്തും ജലസേചന സൗകര്യത്തോടെ നെൽകൃഷി ചെയ്തു വരുന്നു. നദീതടങ്ങളിലും തീരസമതലങ്ങളിലുമാണ് മുഖ്യമായും നെൽകൃഷി ചെയ്യുന്നത്. സിവാലിക് പർവ്വത ചെരിവുകളിലും തട്ടുകളായി നെൽകൃഷി ചെയ്തു വരുന്നു. നമുക്ക് നോട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ, ഈ മൊഡ്യൂളിൽ നോട്ട് ചെയ്യേണ്ട കാര്യം നെല്ലാണ്. നെല്ല് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ മുഖ്യ ഭക്ഷ്യവിളയാണ് നെല്ല്. അതൊരു ഖാരിഫ് വിളയാണ്. പിന്നെ എക്കൽ മണ്ണിലാണ് നെൽകൃഷി ചെയ്യുന്നത്. എക്കൽ മണ്ണാണ് നെൽകൃഷിക്ക് അനുയോജ്യം. അതുപോലെ മഴ കുറഞ്ഞ പ്രദേശങ്ങളിലും ജലസേചന സൗകര്യത്തോടെ കൃഷി ചെയ്യുന്നു. ഉയർന്ന 24 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ താപനിലയും 150 സെൻറ്റിമീറ്റർ കൂടുതൽ മഴയും നെൽകൃഷിക്ക് ആവശ്യമാണ്. അടുത്തതാണ് ഗോതമ്പ്. ഇന്ത്യയിൽ ഉൽപ്പാദനത്തിൽ 2ാം സ്ഥാനത്തുള്ള ഭക്ഷ്യവിളയാണ് ഗോതമ്പ്. 1 നെല്ലാണെങ്കിൽ 2ാം സ്ഥാനം ഗോതമ്പാണ്. അത് റാബി വിളയാണ്. നെല്ല് ഖാരിഫാണെങ്കിൽ ഗോതമ്പ് റാബി വിളയാണ്. രണ്ടും ഓപ്പോസിറ്റ് തന്നെയാണ്. നീർവാർച്ചയുള്ള എക്കൽ മണ്ണാണ് ഗോതമ്പ് കൃഷിക്ക് ഉത്തമം. നീർവാർച്ചയുള്ള എക്കൽ മണ്ണാണ് ഗോതമ്പ് കൃഷിക്ക് ഉത്തമം. മുഖ്യമായും മിതോഷ്ണ മേഖലയിൽ കൃഷി ചെയ്യുന്ന ഈ വിളക്ക് 10 ഡിഗ്രി സെൽഷ്യസ് മുതൽ 26 ഡിഗ്രി സെൽഷ്യസ് വരെ താപനിലയും 75 സെൻറ്റിമീറ്റർ മഴയും ആവശ്യമാണ്. അപ്പോൾ നെല്ലിന് എന്തൊക്കെയാണ് ആവശ്യം? 10 ഡിഗ്രി സെൽഷ്യസ് മുതൽ 26 ഡിഗ്രി സെൽഷ്യസ് വരെ താപനിലയും 75 സെൻറ്റിമീറ്റർ മഴയുമാണ് നെല്ലിന് വേണ്ടത്. നീർവാർച്ചയുള്ള എക്കൽ മണ്ണാണ് ഗോതമ്പിന് വേണ്ടത്. നീർവാർച്ചയുള്ള എക്കൽ മണ്ണാണ് ഗോതമ്പ് കൃഷിക്ക് ഉത്തമം. നെല്ലിന് എക്കൽ മണ്ണാണ് ഉത്തമമെങ്കിൽ ഗോതമ്പ് കൃഷിക്ക് നീർവാർച്ചയുള്ള എക്കൽ മണ്ണാണ് ഉത്തമം. നെല്ലിന് 24 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ താപനിലയും 150 സെൻറ്റിമീറ്റർ കൂടുതൽ മഴയുമാണെങ്കിൽ ഗോതമ്പിന് വേണ്ടത് 10 മുതൽ 26 ഡിഗ്രി സെൽഷ്യസ് വരെ താപനിലയും നെല്ലിൻ്റെ പകുതി മഴ മതി, 75 സെൻറ്റിമീറ്റർ മഴ മതി ഗോതമ്പിന്. അടുത്തതാണ് പിന്നെ ഗോതമ്പ് ശൈത്യകാല വിളയായതിനാൽ മുഖ്യമായും ജലസേചനത്തെ ആശ്രയിച്ചാണ് ഇന്ത്യയിലെ ഗോതമ്പ് കൃഷി. ശൈത്യകാല വിളയാണ് നമ്മൾ പറഞ്ഞു, റാബി വിളയാണെന്ന് പറഞ്ഞു. റാബി വിള എന്ന് പറഞ്ഞാൽ ശൈത്യകാല വിളയാണ്. സെയ്ദ് വിള എന്ന് പറഞ്ഞാൽ നമ്മളെ വേനൽക്കാല വിളയാണ്. മഴക്കാല വിളയാണ് ഖാരിഫ് വിള. അടുത്തതാണ് ചോളം. ഭക്ഷ്യ വിളകളുടെ ഉൽപ്പാദനത്തിൽ ചോളത്തിന് 3ാം സ്ഥാനമാണ്. അപ്പോൾ 1 നെല്ല്, 2 ഗോതമ്പ്, 3 ചോളം. ആ ക്രമത്തിലാണ് ഇന്ത്യയിൽ ഭക്ഷ്യ വിളകളുടെ ഉൽപ്പാദനം കൂടുതൽ എന്നുള്ളതിൽ വരുന്നത്. ഉഷ്ണകാലത്തും ശൈത്യകാലത്തും ഇന്ത്യയിൽ ചോളം കൃഷി ചെയ്യുന്നു. അപ്പോൾ ഉഷ്ണകാലത്തും ശൈത്യകാലത്തും ഒരുപോലെ കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു കൃഷിയാണ് ചോളക്കൃഷി. ചോളക്കൃഷിക്കും ഗോതമ്പിൻ്റെ പോലെ ശരാശരി 75 സെൻറ്റിമീറ്റർ മഴ ലഭിക്കണം. നീർവാർച്ചയുള്ള ഫലഭൂയിഷ്ഠമായ മണ്ണാണ് അനുയോജ്യം. ഗോതമ്പിന് നീർവാർച്ചയുള്ള എക്കൽ മണ്ണാണെങ്കിൽ ഇവിടെ ചോളത്തിന് നീർവാർച്ചയുള്ള ഫലഭൂയിഷ്ഠമായ മണ്ണാണ്. ഇനി ചോളം പ്രധാനമായും കൃഷി ചെയ്യുന്നത് എവിടെയൊക്കെയാണെന്ന് ചോദിച്ചാൽ മധ്യപ്രദേശ്, കർണാടകം, രാജസ്ഥാൻ, ഉത്തർപ്രദേശ്. മധ്യപ്രദേശ്, കർണാടകം, രാജസ്ഥാൻ, ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലാണ് മുഖ്യമായും ചോളം കൃഷി ചെയ്യുന്നത്. അടുത്തതാണ് നാണ്യവിളകൾ. ഇപ്പം നമ്മൾ പ്രധാനപ്പെട്ട 3 ഭക്ഷ്യവിളകളാണ് 3 നമ്മൾ പഠിച്ചു. അടുത്തതാണ് നാണ്യവിളകൾ. നാണ്യവിളകളെ നമുക്ക് നാരുവിളകളെന്നും പാനീയ വിളകളെന്നും സുഗന്ധവിളകളെന്നും മറ്റു വിളകളെന്നും ഇങ്ങനെ 4 വിഭാഗമായി തരംതിരിക്കാം.
നാണ്യവിളകളിൽ നാരുവിളകൾക്ക് ഉദാഹരണമാണ് പരുത്തിയും ചണവും. പാനീയ വിളകൾക്ക് ഉദാഹരണമാണ് തേയില, കാപ്പി. സുഗന്ധവിളകൾക്ക് ഉദാഹരണം ഏലം, കുരുമുളക്. മറ്റു വിള എന്ന് പറയുമ്പോൾ കരിമ്പ്, റബ്ബർ പോലുള്ള മറ്റു വിളകൾ. അപ്പോൾ നാണ്യവിളകളെ നാരുവിളകൾ, പാനീയ വിളകൾ, സുഗന്ധവിളകൾ, മറ്റു വിളകൾ എന്നിങ്ങനെ 4ആയിട്ട് തരംതിരിക്കാം അവയുടെ ഉദാഹരണങ്ങൾ. ഇനി പരുത്തി കൃഷിയും പരുത്തി തുണി വ്യവസായവും. ഇന്ത്യയിൽ പരുത്തി കൃഷി ചെയ്യുന്ന പ്രദേശങ്ങളും പ്രധാന പരുത്തി തുണി വ്യവസായ കേന്ദ്രങ്ങളുമാണ്. അവിടെ ഭൂപടം തന്നിക്കുകയാണ്, അതിലാണ്. മഞ്ഞുവീഴ്ചയില്ലാത്ത വളർച്ചാ കാലവും 20 മുതൽ 30 ഡിഗ്രി സെൽഷ്യസ് വരെ താപനിലയും ചെറിയ തോതിൽ വാർഷിക വർഷപാതവും പരുത്തി കൃഷിക്ക് ആവശ്യമാണ്. പരുത്തി കൃഷിക്ക് ആവശ്യമായ കൃഷി സാഹചര്യം ഏതാണ്? മഞ്ഞുവീഴ്ചയില്ലാത്ത വളർച്ചാ കാലം, അതേപോലെ 20 മുതൽ 30 ഡിഗ്രി സെൽഷ്യസിൽ വരെ താപനിലയും പിന്നെ ചെറിയ തോതിൽ വാർഷിക വർഷപാതവുമാണ് പരുത്തി കൃഷിക്ക് അനുയോജ്യം. വസ്ത്രനിർമ്മാണ രംഗത്ത് ലോകവ്യാപകമായി ഉപയോഗിക്കുന്നതിനാൽ പരുത്തിയെ യൂണിവേഴ്സൽ ഫൈബർ എന്ന് പറയുന്നു. പരുത്തി ഉൽപ്പാദനത്തിൽ ഇന്ത്യക്ക് 4ാം സ്ഥാനമാണ് ഉള്ളത്. അപ്പോൾ പരുത്തിയെ എന്താണ് പറയുന്നത്? യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നത് പരുത്തിയാണ്. യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നത് പരുത്തിയാണ്. പരുത്തി ഉൽപ്പാദനത്തിൽ ഇന്ത്യക്ക് 4ാം സ്ഥാനമാണ്. നിലവിൽ ഇന്ത്യക്ക് 1ാം സ്ഥാനമാണുള്ളത്. ഇതിൽ 4ാം സ്ഥാനം എന്നാണ് പറയുന്നത്. നിലവിൽ ഇന്ത്യക്ക് പരുത്തി ഉൽപ്പാദനത്തിൽ 1ാം സ്ഥാനം ഉണ്ട്. അപ്പോൾ മഞ്ഞ് വീഴ്ചയില്ലാത്ത വളർച്ചാകാലം, 20 മുതൽ 30 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില, പിന്നെ ചെറിയ തോതിലുള്ള വാർഷിക വർഷപാതമാണ് പരുത്തി കൃഷിക്ക് വേണ്ടത്. കറുത്ത മണ്ണും എക്കൽ മണ്ണുമാണ് പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യം. പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് കറുത്ത മണ്ണ്, എക്കൽ മണ്ണ്. പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് ഏതാണ്? കറുത്ത മണ്ണാണ്. യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നത് പരുത്തിയാണ്. ഇന്ത്യക്ക് 4ാം സ്ഥാനമാണ്. ഇനി ഇതനുബന്ധമായി നോട്ടേണ്ടത് 1818 കൊൽക്കത്തയ്ക്ക് സമീപമുള്ള ഫോർട്ട് ഗ്ലാസ്റ്ററിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ പരുത്തി തുണി മിൽ സ്ഥാപിതമായത്. ഇന്ത്യയിലെ ആദ്യത്തെ പരുത്തി തുണി മിൽ സ്ഥാപിതമായ സ്ഥലം ഫോർട്ട് ഗ്ലാസ്റ്ററാണ്. കൊൽക്കത്തയിലെ ഫോർട്ട് ഗ്ലാസ്റ്ററിലാണ് 1818 ഇന്ത്യയിലെ ആദ്യത്തെ പരുത്തി തുണി സ്ഥാപിതമായത്. പരുത്തി തുണി കൊൽക്കത്തയ്ക്ക് സമീപമുള്ള ഫോർട്ട് ഗ്ലാസ്റ്ററിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ പരുത്തി തുണി മില്ല് സ്ഥാപിതമായത്. എന്നാൽ പരുത്തി വൻതോതിൽ ഉൽപ്പാദനം ആരംഭിക്കുന്നത് 1854 മുംബൈയിലാണ്. ഇന്ത്യയിലെ ഏറ്റവും പ്രധാന പരുത്തി തുണി ഉൽപ്പാദന കേന്ദ്രം മുംബൈ ആയതിനാൽ ഈ നഗരത്തെ കോട്ടണോപോളിസ് എന്ന് വിശേഷിപ്പിക്കുന്നു. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിരുന്നു. കോട്ടണോപോളിസ് എന്നറിയപ്പെടുന്ന നഗരം മുംബൈയാണ്. കാരണം ഇന്ത്യയിലെ ഏറ്റവും പ്രധാന പരുത്തി ഉൽപ്പാദന കേന്ദ്രം മുംബൈയാണ്. മുംബൈ പട്ടണത്തിലാണ് മുംബൈ പട്ടണമാണ് ഇന്ത്യയിലെ ഏറ്റവും പ്രധാന പരുത്തി ഉൽപ്പാദന കേന്ദ്രം. അതുകൊണ്ടാണ് മുംബൈയെ കോട്ടണോപോളിസ് എന്ന് വിളിക്കുന്നത്. നോട്ട് ചെയ്യേണ്ട പോയിന്റുകളാണ്. ഫോർട്ട് ഗ്ലാസ്റ്ററിൽ 1818 ഇന്ത്യയിലെ ആദ്യത്തെ പരുത്തി തുണിമിൽ സ്ഥാപിതമായി. 1854 മുംബൈയിലാണ് ഇന്ത്യയിലെ ഏറ്റവും പ്രധാന പരുത്തി തുണി ഉൽപ്പാദന കേന്ദ്രം സ്ഥാപിതമായത്. പിന്നെ യൂണിവേഴ്സൽ ഫൈബർ എന്നുള്ള കാര്യം. അപ്പം ഇനി ചണം കൃഷിയും ചണം വ്യവസായവും എന്നുള്ളത്. ഇന്ത്യയിലെ മറ്റൊരു നാരുവിളയാണ് ചണം. ചൂടും ഈർപ്പവുമുള്ള സാഹചര്യങ്ങളിലാണ് ചണം വളരുന്നത്. ഉയർന്ന താപനിലയും 150 സെൻറ്റിമീറ്ററിൽ കൂടുതൽ മഴയും ചണം കൃഷിക്ക് അത്യന്താപേക്ഷിതമാണ്. നീർവാർച്ചയുള്ള എക്കൽ മണ്ണാണ് ഇതിന് വേണ്ടത്. ഗോതമ്പ് കൃഷിയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ ചണം കൃഷിക്കും നീർവാർച്ചയുള്ള എക്കൽ മണ്ണാണ് വേണ്ടത്. ചൂടും ഈർപ്പവുമുള്ള സാഹചര്യമാണ് ചണത്തിന് അനുയോജ്യം. അതേപോലെ ഉയർന്ന താപനിലയും 150 നെല്ലിന് ലഭിക്കുന്ന പോലെ 150 സെൻറ്റിമീറ്റർ കൂടുതൽ മഴയും ചണക്കൃഷിക്ക് ലഭിക്കും. ഉയർന്ന താപനിലയും 150 സെൻറ്റിമീറ്റർ കൂടുതൽ മഴയും ചണക്കൃഷിക്ക് അനുയോജ്യമാണ്. ഗോതമ്പ് കൃഷിയുടേതുപോലെ തന്നെ നീർവാർച്ചയുള്ള എക്കൽ മണ്ണാണ് ചണക്കൃഷിക്കും വേണ്ടത്. ഇനി ചണക്കൃഷി ഇന്ത്യയിൽ കൃഷി ചെയ്യുന്നത് എവിടെയൊക്കെയാണ്? പശ്ചിമ ബംഗാളിലെ ഗംഗ ബ്രഹ്മപുത്ര ഡെൽറ്റ പ്രദേശമാണ് പ്രധാന ചണ ഉൽപ്പാദന മേഖല. പശ്ചിമ ബംഗാൾ, അസം, ഒഡീഷ എന്നിവയുടെ ചില ഭാഗങ്ങളിൽ മാത്രമാണ് പ്രധാനമായും ചണം കൃഷി ചെയ്യുന്നത്. അപ്പോൾ ചണം കൃഷി പ്രധാനമായും കൃഷി ചെയ്യുന്നത് പശ്ചിമ ബംഗാൾ, അതേപോലെ അസം, ഒഡീഷ സംസ്ഥാനങ്ങളുടെ ചില ഭാഗങ്ങളിലുമാണ്.
താരതമ്യേന വില കുറഞ്ഞ നാരുവിളയായതിനാൽ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ചണനാരിനും ഉൽപ്പന്നങ്ങൾക്കും അന്താരാഷ്ട്ര വ്യാപാരത്തിലേറെ പ്രാധാന്യമുണ്ട്. ചണം ഉൽപ്പാദനത്തിൽ ഇന്ത്യക്ക് ലോകത്ത് 2ാം സ്ഥാനമാണ് ഉള്ളത്. നിലവിൽ ഇന്ത്യക്ക് ചണം ഉൽപ്പാദനത്തിൽ ലോകത്തിൽ 2ാം സ്ഥാനമാണ് എന്നാണ് SRT. പക്ഷേ ചണത്തിലും ഇന്ത്യ 1ാം സ്ഥാനത്താണ്. നിലവിൽ 1ാം സ്ഥാനത്താണ്. ഏറ്റവും കൂടുതൽ തേയില ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമാണ് ഇന്ത്യ. അസം, പശ്ചിമ ബംഗാൾ, കേരളം, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിലാണ് ഇന്ത്യയിൽ തേയില തോട്ടങ്ങളുള്ളത്. അടുത്ത് നമ്മളിപ്പോൾ 2 നാരുവിളകൾ പറഞ്ഞു, നാണ്യവിളകളിലെ. ഇനി പാനീയ വിളകളായ തേയിലയും കാപ്പിയുമാണ്. അപ്പോൾ തേയില ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് ഇന്ത്യയിലാണ്. ഇന്ത്യയിൽ എവിടെയാണ് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത്? അസമിലാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തേയില ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം. അസമിന് പുറമെ ബംഗാളും കേരളവും തമിഴ്നാട്ടിലും തേയില ഉൽപ്പാദിപ്പിക്കുന്നു. തേയിലയ്ക്ക് വേണ്ടത് 200 മുതൽ 250 സെൻറ്റിമീറ്റർ വരെ വർഷപാതവും 25 ഡിഗ്രി മുതൽ 30 ഡിഗ്രി സെൽഷ്യസ് വരെ താപനിലയുമുള്ള കുന്നിൻ ചെരുവുകളാണ് തേയില കൃഷിക്ക് അനുയോജ്യം. 200 മുതൽ 250 സെൻറ്റിമീറ്റർ വരെ വാർഷിക വർഷപാതം വേണം, മഴ നല്ല വേണം. അതേപോലെ 25 മുതൽ 30 ഡിഗ്രി സെൽഷ്യസ് വരെ താപനിലയും വേണം. പിന്നെ കുന്നിൻ ചെരുവുകളാണ് തേയില കൃഷിക്ക് അനുയോജ്യം. ജൈവാംശമുള്ള ജലം വാർന്നു പോകുന്ന മണ്ണാണ് തേയില കൃഷിക്ക് വേണ്ടത്. ജൈവാംശമുള്ള ജലം ഊർന്നു പോകുന്ന മണ്ണാണ് ഈ തോട്ടവിളക്ക് ആവശ്യം. അടുത്തതാണ് കാപ്പി. ഒരു ഉഷ്ണമേഖല തോട്ടവിളയായ കാപ്പിയുടെ ഉൽപ്പാദനത്തിൽ ഇന്ത്യ 6ാം സ്ഥാനത്താണ്. കർണാടകം, കേരളം, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിലായി പശ്ചിമഘട്ട മലനിരകളിലാണ് ഇന്ത്യയിൽ കാപ്പിത്തോട്ടങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. മിതമായ താപനിലയും ഉയർന്ന വർഷപാതവുമാണ് കാപ്പി കൃഷിക്ക് വേണ്ടത്. കാപ്പി കൃഷിക്ക് വേണ്ടത് മിതമായ താപനിലയും ഉയർന്ന വർഷപാതവുമാണ്. ഇന്ത്യയിൽ കർണാടകം, കേരളം, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിലായ വ്യാപിച്ചുകിടക്കുന്ന പശ്ചിമഘട്ട മലനിരകളിലാണ് കൂടുതലും കാപ്പി കൃഷി ചെയ്യുന്നത്. ഇനി കാപ്പിയുടെ ഒരു ഹൈബ്രിഡ് ഇനമാണ് അറബിക്ക. അന്താരാഷ്ട്ര വിപണിയിൽ ഏറെ ആവശ്യമുള്ള അറബിക്ക എന്ന മുന്തിയ ഇനം കാപ്പിക്കുരുകളാണ് ഇന്ത്യ മുഖ്യമായും ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ അറബിക്ക എന്നുള്ളത് കാപ്പിയുടെ ഹൈബ്രിഡ് വിത്തിനമാണ്. അതാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത്. അങ്ങനെ പാനീയ വിള പറഞ്ഞു, നാരുവിള പറഞ്ഞു. ഇനി സുഗന്ധവിളകൾ. ഏലം, കുരുമുളക്, ജാതി, ഗ്രാമ്പൂ, ഇഞ്ചി തുടങ്ങിയ സുഗന്ധവിളകൾ പ്രാചീന കാലം മുതൽക്ക് പുകൾപ്പെട്ട രാജ്യമാണ് ഇന്ത്യ. പ്രാചീന കാലം മുതൽ തന്നെ ഇന്ത്യയിൽ ധാരാളം കൃഷി ചെയ്തിരുന്നതാണ് സുഗന്ധവിളകളായ ഏലം, കുരുമുളക്, ജാതി, ഗ്രാമ്പൂ, ഇഞ്ചി എന്നിവ. പശ്ചിമഘട്ട മലനിരകളിലാണ് സുഗന്ധവിള തോട്ടങ്ങളേറെയും കേന്ദ്രീകരിച്ചിരിക്കുന്നത്. നീർവാഴ്ചയുള്ള വനമണ്ണ്, മണൽമണ്ണ് എന്നിവയും ധാരാളം മഴ ലഭിക്കുന്ന ഉഷ്ണമേഖലാ കാലാവസ്ഥയുമാണ് ഇവിടുത്തെ അനുകൂല ഘടകങ്ങൾ. സുഗന്ധവിളകൾക്ക് അനുകൂല ഘടകങ്ങൾ എന്തൊക്കെയാണ്? നീർവാർച്ചയുള്ള വനമണ്ണും മണൽ മണ്ണ്, അതേപോലെ ധാരാളം മഴ ലഭിക്കുന്ന ഉഷ്ണമേഖലാ കാലാവസ്ഥ. സുഗന്ധവിളകൾക്ക് ആവശ്യമായ കാലാവസ്ഥ ഏതാണ്? നീർവാർച്ചയുള്ള വനമണ്ണ്, മണൽ മണ്ണ്, അതുപോലെ ധാരാളം മഴ ലഭിക്കുന്ന ഉഷ്ണമേഖലാ കാലാവസ്ഥയുമാണ് സുഗന്ധവിളകൾക്ക് അനുയോജ്യമായത്. അടുത്തതാണ് കരിമ്പ് കൃഷിയും പഞ്ചസാര വ്യവസായവും. നമ്മൾ മറ്റു വിളകൾ എന്നതിൽ പറയുന്നതാണ് കരിമ്പ് കൃഷിയും പഞ്ചസാര വ്യവസായം. കരിമ്പ് കൃഷി ഉഷ്ണമേഖലാ വിളയാണ്. ഉഷ്ണമേഖലാ വിളയായ കരിമ്പിന് ചൂടും മഴയുമുള്ള കാലാവസ്ഥയാണ് വേണ്ടത്. കരിമ്പ് കൃഷിക്ക് വേണ്ടത് ചൂടും മഴയുമുള്ള കാലാവസ്ഥയാണ് കരിമ്പ് കൃഷിക്ക് വേണ്ടത്. കറുത്ത മണ്ണ്, എക്കൽ മണ്ണ് തുടങ്ങിയ മണ്ണിനങ്ങൾ കരിമ്പ് കൃഷിക്ക് അനുയോജ്യമാണ്. കരിമ്പ് ഉൽപ്പാദനത്തിൽ ഇന്ത്യക്ക് 2ാം സ്ഥാനമാണ് ഉള്ളത്. അപ്പോൾ കരിമ്പ് കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് പരുത്തിയുടേത് പറഞ്ഞ പോലെ തന്നെ കറുത്ത മണ്ണും എക്കൽ മണ്ണും കരിമ്പ് കൃഷിക്ക് അനുയോജ്യമാണ്. പരുത്തി കൃഷിക്കും അനുയോജ്യമായ മണ്ണാണ് കറുത്ത മണ്ണും എക്കൽ മണ്ണും. കരിമ്പ് ഉൽപ്പാദനത്തിൽ ഇന്ത്യക്ക് 2ാം സ്ഥാനമാണ്. കരിമ്പ് ഉൽപ്പാദനത്തിൽ ഇന്ത്യക്ക് 2ാം സ്ഥാനമാണ് ഉള്ളത്. കരിമ്പ് കൃഷി ഉൽപ്പാദനത്തിൽ ഇന്ത്യക്ക് 2ാം സ്ഥാനമാണ്. പിന്നെ കറുത്ത മണ്ണ്, എക്കൽ മണ്ണ് എന്നിവ കരിമ്പ് കൃഷിക്ക് അനുയോജ്യമായ മണ്ണാണ് എന്നുള്ളത് ഓർത്തിരിക്കും. ഇന്ത്യയുടെ പഞ്ചസാര കിണ്ണം എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശാണ്. ഇന്ത്യയുടെ പഞ്ചസാര കിണ്ണം എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഉത്തർപ്രദേശാണ്.
ഉത്തർപ്രദേശാണ് കരിമ്പിൻ്റെയും പഞ്ചസാരയുടെയും ഉൽപ്പാദനത്തിൽ ഒന്നാം സ്ഥാനത്ത്. അതുകൊണ്ടാണ് ഇന്ത്യയുടെ പഞ്ചസാര കിണ്ണം എന്ന് ഉത്തർപ്രദേശിന് അറിയപ്പെടുന്നത്. ലോകത്തിൻ്റെ പഞ്ചസാര കിണ്ണം എന്നറിയപ്പെടുന്നത് ക്യൂബയാണ്. പഞ്ചസാരയും ശർക്കരയും കരിമ്പിൽ നിന്നാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ലോകത്തിൻ്റെ പഞ്ചസാര കിണ്ണം എന്നറിയപ്പെടുന്നത് ക്യൂബയാണ്. അടുത്തതാണ് റബ്ബർ കൃഷി. പ്രധാന റബ്ബർ കൃഷി നാണ്യവിളയാണ് റബ്ബർ കൃഷി. 25 ഡിഗ്രി സെൽഷ്യസിൽ കൂടിയ താപനിലയും 150 സെൻറ്റിമീറ്ററിന് മുകളിൽ മഴയുമാണ് റബ്ബർ കൃഷിക്ക് അനുയോജ്യം. റബ്ബർ കൃഷിക്ക് അനുയോജ്യം ഏതാണ്? 25 ഡിഗ്രി സെൽഷ്യസിൽ കൂടിയ താപനില, 150 സെൻറ്റിമീറ്റർ മുകളിൽ മഴയുമാണ് റബ്ബർ കൃഷിക്ക് അനുയോജ്യം. മറ്റു കൃഷികൾ പൊതുവെ അനുകൂലമല്ലാത്ത ലാറ്ററൈറ്റ് മണ്ണ് റബ്ബർ കൃഷിക്ക് ഏറെ അനുകൂലമാണ്. അപ്പോൾ റബ്ബർ കൃഷിക്ക് അനുകൂലമായ മണ്ണാണ് ലാറ്ററൈറ്റ് മണ്ണ്. 25 ഡിഗ്രി സെൽഷ്യസിൽ കൂടിയ താപനില, 150 സെൻറ്റിമീറ്റർ മഴ എന്നിവ റബ്ബർ കൃഷിക്ക് അനിവാര്യമാണ്. കേരളമാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം. കേരളത്തിൻ്റെ പ്രധാന വരുമാന സ്രോതസ്സാണ് റബ്ബർ. കേരളമാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം. തമിഴ്നാടിൻ്റെ ചില ഭാഗങ്ങളിലും ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലും ചെറിയ തോതിൽ റബ്ബർ കൃഷി ചെയ്തു വരുന്നു. തമിഴ്നാടിൻ്റെ ചില ഭാഗങ്ങളിലും ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലും ചെറിയ തോതിൽ റബ്ബർ കൃഷി ചെയ്തു വരുന്നു. കേരളമാണ് റബ്ബർ കൃഷിയിൽ ഒന്നാം സ്ഥാനത്ത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ കൃഷി ചെയ്യുന്ന സംസ്ഥാനം കേരളമാണ്. ബ്രസീലാണ് റബ്ബറിൻ്റെ കടൽ കടന്നെത്തിയ റബ്ബർ എന്ന് പറഞ്ഞിട്ട് ബ്രസീലാണ് റബ്ബറിൻ്റെ ജന്മദേശം. റബ്ബറിൻ്റെ ജന്മദേശം ഏതാണ്? ബ്രസീലാണ്. 1875 ബ്രിട്ടീഷുകാരനായ സർ വില്യം ഹെൻറിയാണ് ഇന്ത്യയിലേക്ക് ആദ്യമായി റബ്ബർ വിത്തുകൾ കൊണ്ടുവന്നത്. മധ്യ തിരുവിതാംകൂറിലെ കുന്നിൻ ചെരുവുകളിൽ ആരംഭിച്ച റബ്ബർ കൃഷി മലബാറിലേക്കുണ്ടായ കുടിയേറ്റത്തിലൂടെ വടക്കൻ ജില്ലകളിലേക്കും വ്യാപിച്ചു. റബ്ബറിൻ്റെ ജന്മദേശം എവിടെയാണ്? ബ്രസീലാണ്. 1875 ബ്രിട്ടീഷുകാരനായ സർ വില്യം ഹെൻറിയാണ് ഇന്ത്യയിലേക്ക് ആദ്യമായി റബ്ബർ വിത്തുകൾ കൊണ്ടുവന്നത്. ഇന്ത്യയിലേക്ക് ആദ്യമായി റബ്ബർ വിത്തുകൾ കൊണ്ടുവന്നത് ബ്രിട്ടീഷുകാരനായ സർ വില്യം ഹെൻറിയാണ്. ബ്രസീലാണ് റബ്ബറിൻ്റെ ജന്മദേശം. ഇന്ത്യൻ റബ്ബർ കൃഷിയുടെ പിതാവ് ആരാണ് എന്നുള്ളത് നമ്മൾ മുൻ മൊഡ്യൂളിൽ പഠിച്ചതാണ്. അപ്പോൾ കാണാത്തവർ അതൊന്ന് കാണുക. അയർലൻഡ് സ്വദേശിയായ അദ്ദേഹത്തെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അതിലൊന്ന് വായിക്കുക. അപ്പോൾ ഇത്രയാണ് ഈ മൊഡ്യൂളുള്ളത്. ഇതോടുകൂടി ഈ മൊഡ്യൂളിവിടെ അവസാനിക്കുകയാണ്. അടുത്തൊരു മൊഡ്യൂളുമായി വീണ്ടും നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു.